ഹായ് ഹലോ മൈ നെയിം ഈസ് അജേഷ്. നമ്മൾ ഇന്ന് തുടങ്ങാൻ പോകുന്നത് സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രിയുടെ ഒരു ബ്രിഡ്ജ് കോഴ്സ് ആണ്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ബ്രിഡ്ജ് കോഴ്സിലെ ആദ്യത്തെ കെമിസ്ട്രി ചാപ്റ്ററാണ് ശരിക്കും ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി. ഇത് നമുക്കറിയാം +1 ശരിക്കും പറഞ്ഞ ഒരു ടൂളാണ്. ശരിക്കും +1 കെമിസ്ട്രി പഠിക്കാനുള്ള വളരെ നല്ലൊരു ടൂളാണ് ശരിക്കും ഈ ചാപ്റ്റർ. ഈ ചാപ്റ്റർ അത്യാവശ്യം നല്ല ലെങ്തിയാണ്. പക്ഷേ നിങ്ങൾക്ക് ആസ് എ ബ്രിഡ്ജ് കോഴ്സ് നമുക്ക് ഒരു 3 മണിക്കൂറിനുള്ളിൽ ഇതിൻ്റെ ഒരു ചെറിയ ഔട്ട്ലൈൻ നിങ്ങൾക്ക് തരാമെന്നുള്ളതാണ് നമ്മളുടെ ഈ ഒരു ക്ലാസ്സിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഈ ആദ്യത്തെ പാർട്ടിൽ നമ്മൾ കുറച്ച് പോർഷൻസ് കവർ ചെയ്യും, നിങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റുന്ന കുറച്ച് പോർഷൻസ് മാത്രം. അപ്പോൾ ഇപ്പോൾ നിങ്ങളത് എന്തിനാണ് പഠിക്കുന്നതെന്ന് വെച്ചാൽ +1 ചെല്ലുമ്പോൾ നിങ്ങൾക്കൊരു അപരിചിതത്വം ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് വേറെ എന്തോ സംഭവമാണെന്ന് ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയും ഇത് ഇത്രയും ഉള്ളൂ എന്ന് ഒരു കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ബ്രിഡ്ജ് കോഴ്സിൽ ഈ ചാപ്റ്റർ എടുക്കുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ 3 പാർട്ടുകളിലായിട്ട്, അതായത് 3 മണിക്കൂർ ക്ലാസ്സുകളും പിന്നെ ഒരു 8-10 ക്വസ്റ്റ്യൻസും കൂടെ നിങ്ങളെ ചെയ്യിപ്പിച്ച് ഈ ചാപ്റ്റർ വളരെ മനോഹരമായിട്ട് ഫിനിഷ് ചെയ്യുക എന്നുള്ളൊരു ഉത്തരവാദിത്വമാണ് എനിക്ക്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ആദ്യത്തെ പാർട്ടിലോട്ട് കിടക്കുകയാണ്. സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. ആ ചാപ്റ്ററിൻ്റെ പേരിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് കെമിസ്ട്രിയുടെ കുറച്ചധികം കോൺസെപ്റ്റുകളെ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ചാപ്റ്ററിൻ്റെ എയിം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ അറിയേണ്ടത് കെമിസ്ട്രിയുടെ ഇൻട്രൊഡക്ടറി പാർട്ടാണ്. ഈ ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുക. അപ്പോൾ ആസ് ആൻ ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്കറിയാം, ഫസ്റ്റ് നമ്മൾ പറയേണ്ടത് എന്താണ് കെമിസ്ട്രി എന്നാണ്. കെമിസ്ട്രി ഈസ് എ സയൻസ് ഓഫ് ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് ആണ്. ആറ്റങ്ങളുടെയും മോളിക്യൂളുകളുടെയും സ്റ്റഡിയെക്കുറിച്ച് നമ്മൾ പറയുന്ന പേരാണ് കെമിസ്ട്രി. സോ ഇറ്റ് ഈസ് ദി സയൻസ് ഓഫ് ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ്. പക്ഷേ വളരെ മനോഹരമായിട്ടുള്ള കെമിസ്ട്രിയുടെ ഒരു ഡെഫിനേഷൻ തന്ന സയൻറ്റിസ്റ്റാണ് റൊവാൾഡ് ഹോഫ്മാൻ. ഹി വാസ് എ നൊബൽ പ്രൈസ് വിന്നർ ഫോർ കെമിസ്ട്രി ആണ് ഇൻ 2000. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കെമിസ്ട്രി എന്ന് പറയുന്നത് മോളിക്യൂളുകളുടെ സ്റ്റഡിയാണ്, മോളിക്യൂളുകളുടെ സയൻസാണ്. പക്ഷേ ഇത് ഏകദേശം 100ഓളം എലമെൻറ്റുകളെക്കുറിച്ച് മാത്രമുള്ള ഒരു സ്റ്റഡിയല്ല. കാരണം അദ്ദേഹം പറയുന്ന സമയത്ത് 100ന് മേലെ എലമെൻറ്റുകൾ നമ്മളുടെ കയ്യിലുണ്ട്. ഇപ്പം നമ്മളുടെ കയ്യിൽ അറിയപ്പെടുന്ന 118 എലമെൻറ്റുകളുണ്ട്. ആ എലമെൻറ്റുകളെക്കുറിച്ച് മാത്രം പഠിച്ചാൽ പോരാ. ഇപ്പോൾ ഹൈഡ്രജൻ എന്ന് പറയുന്ന ഒരു എലമെൻറ്റിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചു, അത് മാത്രം പോരാ. ഹൈഡ്രജൻ ഉണ്ടാക്കുന്ന ഒരുപാട് കോമ്പൗണ്ടുകളുണ്ട്. എക്സാമ്പിൾ വാട്ടർ, ഹൈഡ്രജൻ പെറോക്സൈഡ് എക്സെട്ര. ഈ പറയുന്ന കോമ്പൗണ്ടുകളെക്കുറിച്ച് കൂടി പഠിക്കുന്ന ഒരു ബ്രാഞ്ചിനെയാണ് നമ്മൾ കെമിസ്ട്രി എന്ന് വിളിക്കുന്നത്. സോ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ കെമിസ്ട്രി ഈസ് ദി സയൻസ് ഓഫ് മോളിക്യൂൾസ് ആൻഡ് ദെയർ ട്രാൻസ്ഫോർമേഷൻസ്. ഇറ്റ് ഈസ് ദി science not so much of the 100 elements but also the infinite variety of molecules that may be built from them. So this is the definition according to Roald Hoffmann. So ഇതാണ് നമ്മളുടെ കെമിസ്ട്രി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൻ്റെ ഒരു എസൻസ്. ഇതാണ് കെമിസ്ട്രി. ശരി, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കെമിസ്ട്രിയിലെ ആദ്യത്തെ കാര്യം എന്താണ്, മാറ്റർ എങ്ങനെയാണ് മാറ്ററിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതെന്നാണ്. മാറ്റർ എന്ന് പറഞ്ഞാൽ എനിത്തിങ് വിച്ച് ഹാസ് സം മാസ് ആൻഡ് ഒക്കുപ്പൈ സ്പേസ്. അതായത് നിങ്ങളുടെ ഈ പെന്ന് എന്ന് പറയുന്ന ഒരു മാറ്ററാണ്. ഇത് ഒരു മാറ്റർ ആവാൻ കാരണം ഇതിനൊരു ഡെഫിനിറ്റ് മാസ് ഉണ്ട്. തന്നെയല്ല, ഇത് നമ്മളുടെ സ്പേസിൽ ഒരു കറക്റ്റ് വോളിയം ഒക്കുപ്പൈ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ ഈ പേന ഇവിടെ വെച്ചിരിക്കുകയാണെങ്കിൽ വേറെ ഒരു പേനയ്ക്ക് ഈ സ്പേസിൽ കയറിയിരിക്കാൻ പറ്റില്ല, ബിക്കോസ് ദി വോളിയം ഓൾറെഡി ഒക്കുപ്പൈഡ് ബൈ ദിസ് പെൻ. സോ ഞാനൊരു മാറ്ററാണ്, നിങ്ങളെല്ലാം മാറ്റേഴ്സാണ്. കാരണം ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസിന് മാസ് ഉണ്ടാകുകയും അയാൾ സ്പേസിൽ ഒരു സർട്ടൻ വോളിയം ഒക്കുപ്പൈ ചെയ്യുകയും ചെയ്താൽ അയാളെ നമുക്ക് മാറ്റർ എന്ന് വിളിക്കാം. മാറ്ററിൻ്റെ നേച്ചറാണ് അപ്പോൾ ഈ 2 കാര്യങ്ങൾ. ഒന്ന്, ഡെഫിനിറ്റ് മാസ് ഉണ്ടായിരിക്കണം, ഡെഫിനിറ്റ് വോളിയം ഉണ്ടായിരിക്കണം. ഇനി ഈ മാറ്ററിൻ്റെ സ്റ്റേറ്റുകൾ എന്തൊക്കെയാണ്? 7ഓളം സ്റ്റേറ്റുകളാണ് മാറ്ററിന് ഉള്ളത്. എങ്കിലും നമുക്കറിയാം ഏറ്റവും കോമൺ ആയിട്ടുള്ള 3 സ്റ്റേറ്റുകളാണ് അല്ലേ? സോളിഡ്സ്, ലിക്വിഡ്സ്, ഗ്യാസസ്. പിന്നെയുണ്ട് പ്ലാസ്മ, ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ് എന്ന് പറഞ്ഞ ഒരുപാടുണ്ട്. നമ്മൾക്കിപ്പോൾ ഈ 3 അറിഞ്ഞാൽ മതി. സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്നറിയപ്പെടുന്ന സോളിഡും ലിക്വിഡും ഗ്യാസുമാണ്. ഇനി എങ്ങനെയാണ് നമ്മൾ മാറ്ററിനെ ക്ലാസിഫൈ ചെയ്യുന്നത്? അതായത് മാറ്റർ 3 സ്റ്റേറ്റിൽ കാണപ്പെടും. എങ്ങനെയാണ് ഈ മാറ്ററിനെ ക്ലാസിഫൈ ചെയ്യുന്നത്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ ഒരു കയ്യിൽ സോഡിയം ക്ലോറൈഡ് ഉണ്ട്. സോഡിയം ക്ലോറൈഡ് എന്ന് വെച്ചാൽ മലയാളത്തിൽ ഉപ്പെന്ന് പറയും. സോഡിയം ക്ലോറൈഡ് പ്യുവർ ആണോ? അതെ, കാരണം സോഡിയം ക്ലോറൈഡ് മാത്രമേ ഉള്ളൂ, അതിനകത്ത് വേറെ കോമ്പൗണ്ടുകളൊന്നും മിക്സ് ആയിട്ടില്ല, ഉപ്പ് മാത്രം. ശരി, എൻ്റെ ഇപ്പുറത്തെ കയ്യിൽ ഉപ്പുണ്ട്, കുറച്ച് പഞ്ചസാരയുണ്ട്, രണ്ടും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുക. സോ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇതിൽ ഏതാണ് പ്യുവർ കോമ്പൗണ്ട്? പ്യുവർ കോമ്പൗണ്ട് എന്നറിയപ്പെടുന്ന ഏതാ? ഇത് പ്യുവറാണ് അല്ലേ? ഇതോ ഇംപ്യുവറാ. കാരണം ഇതിൽ ഒന്നിലധികം ആളുകളെ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പേര് കൊടുക്കാം, മിക്സ്ചേഴ്സ്. അപ്പോൾ മാറ്ററിനെ നമ്മൾ 2ആയിട്ട് തിരിക്കും. ഒന്ന് NaCl, പിന്നെ ഒന്ന് NaCl ഷുഗറും. ദാറ്റ് ഈസ് പ്യുവർ സബ്സ്റ്റൻസും പിന്നെ ഇംപ്യുവർ സബ്സ്റ്റൻസ് ആണ്. നമ്മൾ അതിനെ വിളിക്കുന്ന പേര് മിക്സ്ചേഴ്സ് ആണ്. സോ മാറ്ററിനെ നമ്മൾ 2ആയിട്ട് തിരിച്ചു, പ്യുവർ സബ്സ്റ്റൻസ് ആൻഡ് മിക്സ്ചേഴ്സ്.
ഓക്കെ, ഇനി മിക്സ്ചറിൻ്റെ കാര്യത്തിൽ നോക്കാവേ. ഇപ്പോൾ സോഡിയം ക്ലോറൈഡും പഞ്ചസാരയും ഉപ്പും പഞ്ചസാരയും കൂടെ നമ്മൾ മിക്സ് ചെയ്തു, അതൊരു മിക്സ്ചറാണ് അല്ലേ. ഈ മിക്സ്ചർ എന്ന് പറയുന്നത് ഹെട്രോജീനിയസാണ്. എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ കുറച്ച് ഉപ്പും പഞ്ചസാര എടുത്ത് മിക്സ് ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു 5 ഗ്രാം മിക്സ്ചർ നിങ്ങളെടുത്തു. അനലൈസ് ചെയ്തപ്പം അതിൽ 3 ഗ്രാം ഉപ്പും 2 ഗ്രാം പഞ്ചസാരയാണെന്ന് മനസ്സിലായി. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു, വീണ്ടും അത് ഇട്ടു, വീണ്ടും ഇളക്കിയിട്ട് വേറൊരു 5 ഗ്രാം എടുത്തപ്പം നിങ്ങൾക്ക് അതേ കോമ്പോസിഷൻ കിട്ടണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ചിലപ്പോൾ എന്താ 2.5 ഗ്രാം ഷുഗറും 2.5 ഗ്രാം സോൾട്ടും വരാൻ ചാൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഒരേ കോമ്പോസിഷൻ അല്ല എല്ലാ സ്ഥലത്തും. സോ അതുകൊണ്ട് നമ്മൾ അവരെ വിളിക്കുന്ന പേരാണ് ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സ്. ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സ്. ശരി, ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് വെള്ളം എടുക്കുക, അതിലേക്ക് ഈ ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഇളക്കി ഡിസോൾവ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഉപ്പുവെള്ളം കിട്ടും അല്ലേ. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അതിൽ നിന്ന് 1 ടീസ്പൂൺ ഉപ്പുവെള്ളം എടുത്ത് അനലൈസ് ചെയ്താൽ അതിൽ കാണുന്ന ഉപ്പിൻ്റെ അളവും വീണ്ടും അത് തിരിച്ചിട്ടിട്ട് വേറൊരു സ്പൂൺ എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന അളവും കറക്റ്റ് പക്കയായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം കോമ്പോസിഷൻ എവ്രിവെയർ ആയിരിക്കും. അതിനെ വിളിക്കുന്ന പേരാണ് ഹോമോജീനിയസ് മിക്സ്ചേഴ്സ്. സോ മിക്സ്ചേഴ്സ് തന്നെ 2 ടൈപ്പ് ഉണ്ട്. സെയിം കോമ്പോസിഷൻ എവ്രിവെയറും ഡിഫറെൻറ്റ് കോമ്പോസിഷൻ എവ്രിവെയറും. അങ്ങനെയുള്ള ആളുകളെ നമ്മൾ ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് എന്നും ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സ് എന്നുമാണ് വിളിക്കാറ്. മനസ്സിലായോ? ഹോമോജീനിയസ് ആൻഡ് ഹെട്രോജീനിയസ്. ശരി, ഇനി ഇതിൽ ഈ ഡയഗ്രത്തിൽ നിങ്ങൾക്ക് എവിടെയാണ് ഒരു യൂണിഫോമിറ്റി, എവിടെയാണ് ഒരു ഹോമോജീനിയായിട്ട് ഫീൽ ചെയ്യുന്നത്? സെക്കൻഡ് ഡയഗ്രാം. സോ സെക്കൻഡ് ഡയഗ്രാം കറസ്പോണ്ട്സ് ടു ഏതാണ്? ഹോമോജീനിയസ് ആണ്. ആൻഡ് ഫസ്റ്റ് ഡയഗ്രാം കറസ്പോണ്ട്സ് ടു ഹെട്രോജീനിയസ് ആണ്. ഇവിടെ കണ്ടോ ഡിഫറെൻറ്റ് കോമ്പോസിഷനാണ്, പക്ഷേ ഇവിടെ ഒരേ പാറ്റേൺ ആണ് അല്ലേ. ഒരു പർപ്പിളിൻ്റെ ചുറ്റും 4 ഗ്രീന്, പർപ്പിളിൻ്റെ ചുറ്റും 4 ഗ്രീന്, പർപ്പിളിൻ്റെ ചുറ്റും 4 ഗ്രീൻ, അങ്ങനെ പോകും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല അല്ലേ. പർപ്പിളിൻ്റെ ചുറ്റും പർപ്പിൾ തന്നെയാണ്, ഇവിടെ ഗ്രീനിൻ്റെ ചുറ്റും പർപ്പിളും ഗ്രീനൊക്കെ വരും. ആകെ ലംബായിട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് ഇത് ഹെട്രോജീനിയസും അത് ഹോമോജീനിയസും ആണ്. ഇനി ഹോമോജീനിയസ് ആയിട്ടുള്ള ആളുകൾക്ക് ഒരു കോമൺ നെയിം ഉണ്ട്, സൊല്യൂഷൻസ്. സെക്കൻഡ് ഇയറിൽ, അതായത് +2-ലെ 2ാമത്തെ ചാപ്റ്ററാണ് ഏത്? സൊല്യൂഷൻസ്. ഹോമോജീനിയസ് ആയിട്ടുള്ള ആളുകളെ നമ്മൾ സൊല്യൂഷൻസ് എന്ന് പറയും. ഹെട്രോജീനിയസിന് എക്സാമ്പിൾസ് ആണ് ജനറലി ഉള്ളത്. ഒന്ന് കൊളോയിഡ്സ് എക്സാമ്പിളാണ്. അതുപോലെ സസ്പെൻഷൻ എക്സാമ്പിളാണ്. ഇപ്പം മിൽക്ക് എന്ന് പറയുന്നത് ഒരു കൊളോയിഡാണ്. കൊളോയിഡ് എന്ന് പറഞ്ഞാൽ ഹെട്രോജീനിയസാണ്. സസ്പെൻഷൻ മണലും വെള്ളവും കൂടെ ഒരിക്കലും ഹോമോജീനിയസ് ആവില്ല. ദാറ്റ് ഈസ് ഓൾസോ ഹെട്രോജീനിയസ്. പക്ഷേ ഹോമോജീനിയസിൻ്റെ കോമൺ നെയിമാണ് സൊല്യൂഷൻസ്. ഇനി നിങ്ങൾക്കറിയാം, ഞാൻ കുറച്ച് ഉപ്പുവെള്ളം നിങ്ങളുടെ കയ്യിൽ തന്നാൽ ഹൗ ക്യാൻ യു സെപ്പറേറ്റ് ദം? ജസ്റ്റ് ഇവാപ്പറേറ്റ് ദം അല്ലേ. ഇവാപ്പറേറ്റ് ചെയ്യുമ്പോൾ വെള്ളത്തിൻ്റെ വഴിക്ക് പോകും, ബാക്കിയുള്ള ടംബ്ലറിൽ നിങ്ങളുടെ സോഡിയം ക്ലോറൈഡ് അവശേഷിക്കും. അതുപോലെ നിങ്ങൾ എങ്ങനെയാണ് ഇപ്പം എന്താ പറയുക, സ്റ്റോൺ ഫ്രം ദി പൾസസ് 6ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ പയറിനകത്തൊക്കെ കല്ലുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്യുക? ചുമ്മാ പെറുക്കി കളയാം. ദാറ്റ് ഈസ് കോൾഡ് ഹാൻഡ് പിക്കിംഗ് മെത്തേഡ്. സോ ഈ പ്രോസസ്സുകളെല്ലാം ഫിസിക്കൽ മെത്തേഡുകളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കെമിക്കൽ കോമ്പോസിഷനോ കെമിക്കൽ റിയാക്ഷനിലോ നമുക്കൊന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് എന്ത് ചെയ്യാം, ഉപ്പുവെള്ളം എടുത്ത് ഇവാപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ വഴിയെ പോകുന്നു, ഉപ്പ് നമുക്ക് തിരിച്ച് കിട്ടുന്നു. അങ്ങനെ മിക്സ്ചേഴ്സിനെ നമുക്ക് ഈവൻ ഫിസിക്കൽ പ്രോപ്പർട്ടി വഴി അല്ലെങ്കിൽ ഫിസിക്കൽ മെത്തേഡുകൾ വഴി സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് മിക്സ്ചേഴ്സ്. ഇനി എൻ്റെ വലത് കയ്യിൽ സോഡിയം ക്ലോറൈഡ് ഇരിപ്പുണ്ട്, ഉപ്പ്. അതൊരു പ്യുവർ സബ്സ്റ്റൻസ് ആണ് അല്ലേ. ഇനി പ്യുവർ സബ്സ്റ്റൻസ് തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് സോഡിയം ആൻഡ് സോഡിയം ക്ലോറൈഡ്. സോഡിയം എന്ന് പറഞ്ഞാൽ എന്താ? അയാൾക്ക് എല്ലാ ആറ്റങ്ങളും ഒരേ പ്രോപ്പർട്ടി കാണിക്കുന്ന ആളാണ്. ഇപ്പോൾ സോഡിയം എന്ന് പറയുന്ന ആളുടെ എല്ലാ ആറ്റങ്ങളും സോഡിയത്തിൻ്റെ ആറ്റങ്ങളാണ്. പക്ഷേ സോഡിയം ക്ലോറൈഡിൽ സോഡിയത്തിൻ്റെ ആറ്റങ്ങളുണ്ട്, ക്ലോറിൻ്റെ ആറ്റങ്ങളുണ്ട്. അങ്ങനെ പറയുമ്പോൾ നമുക്കറിയാം, ഒരു ടൈപ്പ് ആറ്റങ്ങൾ കൊണ്ട് മാത്രമുണ്ടാക്കിയ പ്യുവർ സബ്സ്റ്റൻസുകളെ നമ്മൾ എലമെൻറ്റുകൾ എന്നും, ഒന്നിലധികം എലമെൻറ്റുകൾ അല്ലെങ്കിൽ ഒന്നിലധികം ആറ്റങ്ങൾ കൊണ്ടുണ്ടാക്കിയ പ്യുവർ സബ്സ്റ്റൻസിനെ നമ്മൾ കോമ്പൗണ്ടുകൾ എന്നും പറയും. സോ എലമെൻറ്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ് ആർ ദി 2 ക്ലാസിഫിക്കേഷൻ ഓഫ് ദി പ്യുവർ സബ്സ്റ്റൻസസ്. എലമെൻറ്റ് എന്ന് പറയുന്നതിൻ്റെ എക്സാമ്പിളാണ് ഇപ്പോൾ സോഡിയം, ക്ലോറിൻ അല്ലേ, സൾഫർ, ഫോസ്ഫറസ്, Fe, അതുപോലെ O2, ഇതെല്ലാം എലമെൻറ്റുകളാണ്. അപ്പം നിങ്ങൾ ചോദിക്കും, സാറേ ഇതിൽ ചിലത് സോഡിയം ചിലത് ക്ലോറിൻ അങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ, അത് ഓരോരുത്തരുടെ സ്റ്റാൻഡേർഡ് ഫോമാണ്. അത് നമ്മൾ പിന്നീട് ഒരു ചാപ്റ്ററിൽ പഠിക്കും. തൽക്കാലം ഓർക്കുക, ഇവിടെ സോഡിയം എന്ന് എഴുതുമ്പോൾ എല്ലാ ആറ്റങ്ങൾക്കും ഒരേ പ്രോപ്പർട്ടിയാണ്. ഇവിടെ ക്ലോറിൻ എല്ലാ ആറ്റങ്ങൾക്കും ഒരേ പ്രോപ്പർട്ടി. ഇവിടെ എല്ലാവർക്കും ആറ്റങ്ങൾക്ക് ഒരേ പ്രോപ്പർട്ടി ആണെങ്കിൽ അവരെ വിളിക്കുന്ന പേര് എലമെൻറ്റാണ്. പക്ഷേ ഈ എലമെൻറ്റുകൾ തന്നെ 2 ഫോമിൽ എഴുതാം. ഒന്ന് ആറ്റമിക് ഫോമും മറ്റേത് മോളിക്കുലാർ ഫോമും. അതിൽ ഇത് ആറ്റമിക് ഫോമാണ്, മോളിക്കുലാർ ഫോമാണ്, മോളിക്കുലാർ ഫോമാണ്, മോളിക്കുലാർ ഫോമാണ്, ആറ്റമിക് ഫോമാണ്, മോളിക്കുലാർ ഫോമാണ്. മനസ്സിലായോ? O എന്ന് പറയുന്നത് എന്താണ്? ആറ്റമിക് ഫോമാണ്. O2 എന്ന് പറഞ്ഞാൽ എന്താ? മോളിക്കുലാർ ഫോമാണ്. അപ്പം ആറ്റങ്ങളുടെ പ്രോപ്പർട്ടീസ് എല്ലാം സെയിം ആണ് എങ്കിൽ
ദാറ്റ് പർട്ടിക്കുലർ പ്യുവർ സബ്സ്റ്റൻസ് ഈസ് കോൾഡ് എലമെൻറ്റ്. എലമെൻറ്റുകൾക്ക് രണ്ട് ഫോമിലിരിക്കാൻ പറ്റും, ആറ്റമിക് ഫോം ആൻഡ് മോളിക്കുലാർ ഫോം. ഇനി കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നിൽ കൂടുതൽ പ്രോപ്പർട്ടി ഉള്ള ആറ്റങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കോമ്പൗണ്ടിന് വൺ ഓഫ് ദി ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മൾ പറഞ്ഞ സോഡിയം ക്ലോറൈഡ്. ഇതിൽ സോഡിയം ഉണ്ട്, ക്ലോറിനും ഉണ്ട്. അതുപോലെ വാട്ടർ, ഹൈഡ്രജനും ഓക്സിജനും, മീഥേൻ കാർബണും ഹൈഡ്രജനും, കാർബൺ ഡൈ ഓക്സൈഡ് കാർബണും ഓക്സിജനും, ഇതെല്ലാം കോമ്പൗണ്ടുകളാണ് അല്ലേ? കോമ്പൗണ്ടുകളാണ്. വേണമെങ്കിൽ ഒരെണ്ണോട് എഴുതാം H3PO4. അതിനകത്ത് 3 ആറ്റങ്ങളുണ്ട് അല്ലേ? എന്ന് ഹൈഡ്രജൻ, ഫോസ്ഫറസ് ആൻഡ് ഓക്സിജൻ, 3 ടൈപ്പ് ഓഫ് ആറ്റങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം കോമ്പൗണ്ടുകളാണ് മക്കളെ. കോമ്പൗണ്ടുകൾക്ക് ഒരിക്കലും ആറ്റമിക് ഫോം എന്ന് പറയാൻ പറ്റില്ല, കാരണം കോമ്പൗണ്ടുകളിൽ ഒന്നിൽ കൂടുതൽ ആറ്റങ്ങളുണ്ട്. അതുകൊണ്ട് കോമ്പൗണ്ടിന് ഒള്ളി ഏത് ഫോമാണ്? മോളിക്കുലാർ ഫോം മാത്രമേ ഉള്ളൂ. ആറ്റങ്ങൾക്ക് എന്തൊക്കെയുണ്ട് അല്ല, എലമെൻറ്റിന് എന്തൊക്കെയുണ്ട്? ആറ്റമിക് ഫോം ആൻഡ് മോളിക്കുലാർ ഫോം പറയാം. പക്ഷേ ഒരു കോമ്പൗണ്ടിന് ഒരിക്കലും നമ്മൾ ആറ്റമിക് ഫോം പറയാൻ പറ്റില്ല, ബിക്കോസ് മോളിക്യൂളുകൾക്ക് ഒന്നിലധികം ആറ്റങ്ങളുടെ പ്രസൻസ് ഉണ്ട്. സോ ഇതാണ് നമ്മളുടെ മാറ്ററിൻ്റെ ക്ലാസിഫിക്കേഷൻ. ആൻഡ് ദി മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ മിക്സ്ചർ ആൻഡ് പ്യുവർ സബ്സ്റ്റൻസ് എന്ന് വെച്ചാൽ, പ്യുവർ സബ്സ്റ്റൻസിലുള്ള കമ്പോണൻറ്റുകളെ ചുമ്മാ ഫിസിക്കൽ മെത്തേഡ് വഴി സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ സോഡിയം ക്ലോറൈഡ് ആണ് ഇത് ഇങ്ങനെ ഒടിച്ചു കഴിഞ്ഞാൽ അല്ലേ, ഇത് സോഡിയം ഇത് ക്ലോറിൻ, അങ്ങനെ പറയാൻ പറ്റില്ല. സോഡിയം ക്ലോറൈഡ് നമ്മൾ ഒടിച്ചു കഴിഞ്ഞാൽ സോഡിയം ക്ലോറൈഡിൻ്റെ 2 പീസ് കിട്ടും. എന്ന് വെച്ചാൽ സോഡിയം ക്ലോറൈഡിൽ നിന്നുള്ള സോഡിയത്തിനെയും ക്ലോറിനെയും നിങ്ങൾ സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ അതിനെ ഉരുക്കി അതിൽ കൂടി കറണ്ട് കടത്തി Na+ഉം Cl- മാറ്റി ഓരോരുത്തരുടെ ഓരോ ഇലക്ട്രോഡിൽ കൊണ്ട് ഡിസ്ചാർജ് ചെയ്യിപ്പിക്കണം, വിച്ച് ഇസ് കോൾഡ് ഇലക്ട്രോളിസിസ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ ഇനിയും പഠിച്ചോളും. അപ്പോൾ അത് കെമിക്കൽ റിയാക്ഷൻസ് ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കമ്പോണൻറ്റ് ഓഫ് പ്യുവർ സബ്സ്റ്റൻസ് കനോട്ട് ബി സെപ്പറേറ്റഡ് ബൈ ഫിസിക്കൽ മെത്തേഡ്. കെമിക്കൽ മെത്തേഡുകൾ തന്നെ വേണം. അത് ഇയാളുടെ ഒരു വലിയ ഡിഫറൻസ് ആണ് ഫ്രം മിക്സ്ചേഴ്സ്. സോ ഇതാണ് നമ്മളുടെ മാറ്ററിൻ്റെ ക്ലാസിഫിക്കേഷൻ. അതിൽ എക്സാമ്പിളായിട്ട് നമ്മൾ 2-3 കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, സോഡിയം Na, കാൽഷ്യം Ca, ഗോൾഡ് Au, ഇതെല്ലാം എലമെൻറ്റുകളാണ്. ഏത് ഫോം? ആറ്റമിക് ഫോം. ദെൻ ഹൈഡ്രജൻ H2, ഓക്സിജൻ O2, ക്ലോറിൻ Cl2, ദാറ്റ് ഈസ് ഓൾസോ എലമെൻ്റ് ആണ്, പക്ഷേ മോളിക്കുലാർ ഫോം. ഇവിടെ മോളിക്കുലാർ ഫോം മാത്രമേ ഉള്ളൂ. സോഡിയം ക്ലോറൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, വാട്ടർ, ഹൈഡ്രജൻ ക്ലോറൈഡ്, ദീസ് ഓൾ ആർ ദി മോളിക്കുലാർ ഫോം ഓഫ് എ പർട്ടിക്കുലർ കോമ്പൗണ്ട് ആണ്, മറക്കാൻ പാടില്ല. സോ ഇതാണ് നമ്മളുടെ ഒരു ചെറിയ ഇൻട്രോ പാർട്ട്. ആൻഡ് നൗ വി ആർ മൂവിങ് ഇൻ ടു ദി സെക്കൻഡ് പാർട്ട് ഓഫ് ദി ചാപ്റ്റർ, ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ. അപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ ഭാഗം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതിൽ ഇത്രയും കാര്യങ്ങൾ ഓർത്താൽ മതി. കെമിസ്ട്രിയുടെ ഡെഫിനിഷൻ നിങ്ങൾ ഓർത്ത് വെക്കണമെന്നില്ല, ഓർത്ത് വെച്ചാൽ നല്ലത്, ബിക്കോസ് നമ്മൾ കെമിസ്ട്രി പഠിക്കുമ്പോൾ നമ്മൾ കെമിസ്ട്രി സ്റ്റുഡൻസ് ആണല്ലോ, അപ്പോൾ അത് ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. പിന്നെ മാറ്റർ എന്താണ് നേച്ചർ ഓഫ് മാറ്റർ, ഹൗ ക്യാൻ വി ക്ലാസിഫൈ മാറ്റർ അല്ലെ ഇൻടു 2 ഡിഫറെൻറ്റ് ടൈപ്സ്, എക്സാമ്പിൾസും അതിൻ്റെ ഫീച്ചേഴ്സും ഓർത്ത് വയ്ക്കുക. ഇനി നമ്മുടെ ചാപ്റ്ററിൻ്റെ സെക്കൻഡ് സെക്ഷനാണ് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ. കെമിസ്ട്രിയിൽ കുറേ കോമ്പൗണ്ടുകളുടെ ഫോർമേഷൻ പ്രെഡിക്റ്റ് ചെയ്യാനും എങ്ങനെയാണ് ഒരു ഇക്വേഷൻ കെമിക്കൽ റിയാക്ഷൻ റെപ്രസെൻ്റ് ചെയ്യുന്നതെന്നും എങ്ങനെ അത് ബാലൻസ് ചെയ്യാമെന്നും ഗ്യാസുകളുടെ ബിഹേവിയർ എന്താണെന്നും ഒക്കെ പറയാൻ വേണ്ടി നമ്മളുടെ കയ്യിൽ കുറച്ച് ലോസ് ഉണ്ട്. ആ ലോസിനെ നമ്മൾ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ്. അതിൽ ഒന്നാമത്തെ ലോ സജസ്റ്റ് ചെയ്തത് ഫാദർ ഓഫ് കെമിസ്ട്രി എന്നറിയപ്പെടുന്ന അന്റോയിൻ ലാവോസിയർ ആണ്. ആൻഡ് ഹിസ് ലോ ഈസ് നോൺ ആസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ഇദ്ദേഹമാണ് അന്റോയിൻ ലാവോസിയർ. ഈ ലോയുടെ പേരാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. എന്ന് വെച്ചാൽ ഒന്നുമില്ല, അത്രേ ഉള്ളൂ. മാസ് ഉണ്ടാക്കാനോ നശിപ്പിക്കാനോ പറ്റില്ല. മാസ് ഉണ്ടാക്കാനോ നശിപ്പിക്കാനോ പറ്റില്ല. ഒരു ഫോമിലിരിക്കുന്ന മാസിനെ വേറൊരു ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാൻ മാത്രമേ പറ്റൂ. മാസ് cannot be created nor be destroyed but can be converted from one form to another form എന്ന് പറഞ്ഞ ആളാണ് അന്റോയിൻ ലാവോസിയർ. നമുക്ക് കുറച്ചുകൂടി നിങ്ങൾക്ക് ബ്ലൈൻഡായിട്ട് ആ ഡെഫിനിഷൻ വേണമെങ്കിൽ പഠിച്ചു വയ്ക്കാം, പക്ഷെ എന്താണ് അതിൻ്റെ ഇന്നർ മീനിങ് എന്ന് അറിഞ്ഞിരിക്കണം. അതിനുവേണ്ടി ഞാനൊരു കെമിക്കൽ റിയാക്ഷൻ ഇവിടെ എഴുതുവാണേ. അപ്പോൾ A+B gives C+D. ഇതൊരു കെമിക്കൽ റിയാക്ഷനാണ്. തുടക്കത്തിൽ നമ്മളുടെ കയ്യിലുള്ള എന്താണ്? എയും ബിയും. അപ്പോൾ എയും ബിയുടെ പേരെന്താണ്? റിയാക്റ്റൻസ് എന്നാണ്. സിയും ഡിയും എന്താണ്? പ്രോഡക്ട്സ് ആണ്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഈ റിയാക്റ്റൻറ്റുകൾ തമ്മിൽ കമ്പൈൻ ചെയ്ത് പ്രൊഡക്റ്റായിട്ട് മാറുന്ന ഒരു ഇക്വേഷൻ നിങ്ങളുടെ കയ്യിൽ ഞാൻ തന്നു. ഈ റിയാക്ഷനിൽ ഇനീഷ്യൽ കണ്ടീഷനിൽ മാസ് ഓഫ് എനെ നമ്മൾ AMA എന്നും മാസ് ഓഫ് ബിനെ നമ്മൾ MB എന്നും വിളിച്ചു. അപ്പം മാസ് ഓഫ് സിയും മാസ് ഓഫ് ഡിയും 0 ആണ്. കാരണം തുടങ്ങുമ്പോൾ തന്നെ പ്രൊഡക്റ്റ് കിട്ടത്തില്ലല്ലോ. തുടക്കത്തിൽ നമ്മുടെ കയ്യിലുള്ള റിയാക്റ്റൻ്റ് ആണ് അല്ലെ. റിയാക്റ്റൻ്റ് എടുത്ത് വയ്ക്കുമ്പോൾ തന്നെ അത് പ്രൊഡക്റ്റായിട്ട് മാറത്തൊന്നുമില്ല. നമ്മളതിനെ റിയാക്റ്റ് ചെയ്യിപ്പിച്ച് കുറേ നേരം വെയിറ്റ് ചെയ്യണം. അപ്പോൾ എയും ബിയും റിയാക്റ്റൻ്റ് ആണ്, അവരുടെ മാസ് MAയും MB ആണെന്ന് മനസ്സിലായി. അപ്പോൾ MC MD എന്ന് അവിടെ എഴുതാൻ പറ്റില്ല, കാരണം സിയും ഡിയും നമ്മുടെ കയ്യിലില്ല.
ഇനി ആഫ്റ്റർ സം ടൈം, നോ. ആഫ്റ്റർ സം ടൈം എന്ന് പറഞ്ഞാൽ കുറച്ച് സമയത്തിന് ശേഷം എന്നാ. കുറച്ച് സമയത്തിന് ശേഷം ഇത് മുഴുവൻ റിയാക്ട് ചെയ്യുമെന്ന് നമുക്ക് ഉറപ്പില്ല. അപ്പോൾ നിങ്ങൾ പറയണം ആഫ്റ്റർ സം ടൈം അല്ല, ആഫ്റ്റർ ദി കംപ്ലീഷൻ ഓഫ് എ റിയാക്ഷൻ. അപ്പം ഞാനിവിടെ എഴുതുവാണ് ആഫ്റ്റർ ദി കംപ്ലീഷൻ ഓഫ് എ റിയാക്ഷൻ. കംപ്ലീഷൻ ഓഫ് എ റിയാക്ഷൻ എയും ബിയും 0, കാരണം എ റിയാക്റ്റൻറ്റുകളില്ല. അപ്പോൾ ഫുള്ള് CMDU ആയി. മാസ് ഓഫ് C is MD, മാസ് ഓഫ് C is MC and mass of D is MD എന്നായി. ഓക്കെ, ഇനി ഇദ്ദേഹം പറയുന്നത് എന്താണെന്നറിയോ, നിങ്ങൾ മാസ് ഓഫ് എയും ബിയും കൂടെ കൂട്ടി മൊത്തം 100 ഗ്രാം ആണെങ്കിൽ മാസ് ഓഫ് സിയും ഡിയും കൂടെ കൂട്ടിയാലും 100 ഗ്രാം കിട്ടണം. അതായത് ഇവിടെ ഇരിക്കുന്ന മാസിനെ നമ്മൾ അപ്പുറത്തോട്ട് കൺവേർട്ട് ചെയ്തു എന്നുള്ളൂ. ഒരിക്കലും മാസ് ഉണ്ടാക്കാനോ നശിപ്പിക്കാനോ പറ്റില്ല. ശരി, അങ്ങനെയാണെങ്കിൽ അക്കോർഡിംഗ് ടു മാസ് കൺസർവേഷൻ പ്രിൻസിപ്പിൾ സജസ്റ്റഡ് ബൈ അന്റോയിൻ ലാവോസിയർ, മാസ് കൺസർവേഷൻ അനുസരിച്ച് മാസ് ഓഫ് എ പ്ലസ് മാസ് ഓഫ് ബി വിച്ച് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് സി പ്ലസ് മാസ് ഓഫ് ഡി. മക്കളെ, ഇത് മാസ് ഓഫ് ദി റിയാക്ടൻ്റ് ആയതുകൊണ്ട് ഞാൻ MR എന്ന് എഴുതുന്നു. ഇത് മാസ് ഓഫ് ദി പ്രൊഡക്റ്റ് ആയതുകൊണ്ട് MP എന്ന് എഴുതുന്നു. സോ ഇൻ എ കെമിക്കൽ reaction, total mass of the reactant taken which is equal to the total mass of the product formed. അതായത് ഒരു കെമിക്കൽ റിയാക്ഷനിൽ നിങ്ങൾ എത്ര ഗ്രാം റിയാക്റ്റൻ്റ് ആണോ എടുക്കുന്നത് അത്രയും ഗ്രാം പ്രോഡക്റ്റ് ഫോം ചെയ്യും. ഓർ വാട്ട് അബൌട്ട് ദി ചേഞ്ച് ഇൻ മാസ്? ചേഞ്ച് ഇൻ മാസ് എങ്ങനെ കണ്ടുപിടിക്കുക? എപ്പോഴും നമ്മൾ ചേഞ്ചിനെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സിമ്പലാണ് ഡെൽറ്റ. ചേഞ്ച് ഇൻ മാസ് ആയതുകൊണ്ട് നമ്മൾ ഡെൽറ്റ എം എന്ന് എഴുതും. ചേഞ്ച് ഇൻ വോളിയം ആണെങ്കിൽ ഡെൽറ്റ വി എന്ന് എഴുതും. ചേഞ്ച് ഇൻ പ്രഷർ ആണെങ്കിൽ ഡെൽറ്റ പി എന്ന് എഴുതും. ലൈക്ക് ദാറ്റ്. സോ ഡെൽറ്റ റെപ്രസെൻറ്റ്സ് ചേഞ്ച് ആണ്. ചേഞ്ച് ഇൻ മാസ് എപ്പോഴും ചേഞ്ച് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഫൈനൽ മൈനസ് ഇനീഷ്യൽ ആണ്. സോ വാട്ട് അബൌട്ട് ഫൈനൽ? ഒരു റിയാക്ഷൻ്റെ ഫൈനൽ എന്ന് പറഞ്ഞാൽ എന്താണ്? റിയാക്റ്റൻ്റ് ആണോ പ്രൊഡക്റ്റ് ആണോ? പ്രൊഡക്റ്റ്. ഇനീഷ്യൽ എന്താണ്? റിയാക്റ്റൻ്റ്. അപ്പം നിങ്ങൾക്ക് എന്ത് എഴുതാം? മാസ് ഓഫ് ദി പ്രൊഡക്റ്റ് മൈനസ് മാസ് ഓഫ് ദി റിയാക്റ്റൻ്റ് വിച്ച് ഈസ് ഈക്വൽ ടു 0. വൈ സർ ഇറ്റ് ഈസ് 0? ബിക്കോസ് MR ആൻഡ് MP ബോത്ത് ആർ ഈക്വൽ എന്ന് ലാവോസിയർ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്ത് പറയാം? ഇൻ എ കെമിക്കൽ റിയാക്ഷൻ ചേഞ്ച് ഇൻ മാസ് ഈസ് ഓൾവേസ് ഈക്വൽ ടു 0 അല്ലേ? കെമിക്കൽ റിയാക്ഷനിൽ മാസ് ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. അപ്പം 3 തരത്തിൽ ഞാൻ ഈ ലോ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആദ്യത്തേതാണ് അങ്ങേര് പറഞ്ഞ്, ബാക്കി നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്താണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യത്തെ പഠിച്ചാൽ മതി, പക്ഷേ കാര്യം മനസ്സിലാക്കാൻ നല്ലത് 2, 3 ആണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം. മാസ് കനോട്ട് ബി ക്രിയേറ്റഡ് nor be destroyed but can be converted from one form to another form. രണ്ടാമത്തത്, in a chemical reaction total mass of the reactant taken which is equal to total mass of the product formed. Or in a chemical reaction, third statement ആണ്, the change in mass is always equal to 0. മനസ്സിലായോ? ഇതാണ് 3 സ്റ്റേറ്റ്മെൻറ്റ്. ഇനി എന്താണ് ഈ ലോയുടെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ നോക്കാം. ഫോർ എക്സാമ്പിൾ, നൈട്രോജൻ റിയാക്ട്സ് വിത്ത് ഹൈഡ്രോജൻ ടു ഫോം അമോണിയ. നമ്മൾ അമോണിയയുടെ മാനുഫാക്ചറാണ് ഇത് കേട്ടോ. നൈട്രോജനും ഹൈഡ്രോജനും കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ അമോണിയ ഉണ്ടാക്കുന്ന. ഈ ഒരു മാനുഫാക്ചറിന് നമ്മൾ കൊടുക്കുന്ന പേരാണ് ഹേബേഴ്സ് പ്രോസസ്സ്. അപ്പോൾ ഈ മാനുഫാക്ചറിങ് മെത്തേഡിൽ നൈട്രജൻ്റെ മാസ് 28 ഗ്രാം ആണ്. അതൊക്കെ ഞാൻ പഠിപ്പിച്ചോളാം. നൈട്രജൻ ഒരു ആറ്റമായിട്ടിരിക്കുമ്പോൾ 14 ആണ്. N2 മോളിക്യൂൾ ആകുമ്പോൾ 2 നൈട്രജൻ കമ്പൈൻ ചെയ്തു, അപ്പോൾ 28 ആണ്. ഹൈഡ്രോജൻ, ഒരു ഹൈഡ്രോജൻ 1 ആണ്, 2 ഹൈഡ്രോജൻ 2 ആണ്. പിന്നെ അമോണിയ വരുമ്പോൾ നൈട്രജൻ്റെ 14 ഹൈഡ്രോജൻ്റെ 3 കൂടെ കൂട്ടി 17 ഗ്രാം, 17 ഗ്രാം. സോ 28 ഗ്രാം നൈട്രജൻ, ഹൈഡ്രോജൻ 2 ഗ്രാം ആൻഡ് അമോണിയ 17 ഗ്രാം. അപ്പോൾ നിങ്ങൾ പറയും സാറേ ഇത് ഒബേ ചെയ്യുന്നില്ലല്ലോ, കാരണം 28 + 2 30 ഗ്രാം റിയാക്റ്റൻ്റ് തന്നത്, പക്ഷെ 17 ഗ്രാമേ പ്രൊഡക്റ്റ് ഉണ്ടായിട്ടുള്ളൂ. അത് നടക്കില്ല. കാരണം ഞാൻ ഇവിടെ എന്ത് തന്നാൽ അത് അപ്പുറത്ത് ഉണ്ടാവണം. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യും എന്താ കുഴപ്പമെന്ന്. ചെക്ക് ചെയ്യുമ്പോഴാണ് മനസ്സിലായത്, നമ്മളൊരു നൈട്രജനെ നശിപ്പിച്ച് കളഞ്ഞു. അതായത് 2 നൈട്രജൻ ഉണ്ടായിരുന്നു, അവിടെ ഒരു നൈട്രജനെ കിട്ടുള്ളൂ, ഒരു നൈട്രജനെ നമ്മൾ നശിപ്പിച്ചു. അത് പറ്റില്ല. മാസ് കനോട്ട് ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. അപ്പം ഒരു മാസം എന്ന് വെച്ചാൽ ഒരാൾ, ഇപ്പം നൈട്രജൻ്റെ 14 ഗ്രാം നമ്മൾ നശിപ്പിച്ചു, നടക്കില്ല. അപ്പോൾ ഇവിടെ നമ്മൾ 28 ഗ്രാം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഒരു 2 ഇടണം. അപ്പോൾ നമ്മൾ ഇതിനെയും 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടി? 34 ഗ്രാം. ഇപ്പോൾ ഓക്കെ ആയോ? ഇല്ല, ഇപ്പോഴും ഓക്കെ ആയില്ല. ഇനി എന്നാ പ്രശ്നം നോക്കിയപ്പം ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് 2 ഹൈഡ്രജനേ ഉള്ളൂ, അപ്പുറത്തെ സൈഡിൽ 6 ഹൈഡ്രജൻ. അപ്പോൾ ഒരു 4 ഹൈഡ്രജൻ നമ്മൾ പുതിയതായിട്ട് ഉണ്ടാക്കി. നടക്കില്ല. കാരണം മാസ് കനോട്ട് ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 6 എണ്ണം ഉണ്ടല്ലോ, അപ്പോൾ ഇവിടെ ഒരു 3 ഇട്ടു, അപ്പോൾ ഒരു 3 ഇട്ട് മൾട്ടിപ്ലൈ ചെയ്തു, അപ്പോൾ 6 ആയി. അപ്പോൾ ഒന്ന് ആലോചിക്കേ, 28 + 6 വിച്ച് ഈസ് ഈക്വൽ ടു 34. നൗ ഇറ്റ് ഈസ് അല്ലേ അക്കോർഡിംഗ് ടു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ഇനി പറ, എന്താണ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് മാസ് ഓഫ് കൺസർവേഷൻ? എന്താണ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്? ബാലൻസിങ് എ
കെമിക്കൽ ഇക്വേഷൻ. അതായത് ഒരു കെമിക്കൽ ഇക്വേഷനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലോയാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ബാലൻസിങ് എ കെമിക്കൽ ഇക്വേഷൻ, ഇതാണ് ഇയാളുടെ മെയിൻ റോള്. അപ്പം നിങ്ങൾ ഈ രണ്ട് കാര്യങ്ങൾ ഓർത്ത് വെക്കണം. ഒന്ന്, സ്റ്റേറ്റ്മെൻറ്റുകൾ മൂന്നെണ്ണം ഓർത്ത് വെച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ആദ്യത്തെ ആയാലും മതി. പിന്നെ ആപ്ലിക്കേഷൻ ഓർത്ത് വെക്കണം, പിന്നെ ആളുടെ പേര് ഓർത്ത് വെക്കണം. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ഓക്കെ, പിന്നെ നിങ്ങൾക്കറിയാം ഇത്ര നേരം ഇപ്പോൾ നമ്മൾ ഏകദേശം എത്രയാണ് 20 മിനിറ്റായി ക്ലാസ് തുടങ്ങിയിട്ടല്ലേ. ഈ 20 മിനിറ്റ് കൊണ്ട് നമ്മൾ അത്യാവശ്യം കുറച്ച് ടോപ്പിക്കുകൾ പറഞ്ഞു. പിന്നെ യൂഷ്വലി എനിക്ക് കുറച്ച് സ്പീഡ് കൂടുതലാണ്. അപ്പം നിങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞ് വരുന്നതുകൊണ്ട് അയ്യോ സാർ ഭയങ്കര സ്പീഡാന്ന് തോന്നും. പക്ഷേ മക്കളെ, ഇത് റെക്കോർഡഡ് വീഡിയോ ആണ്. റെക്കോർഡഡ് വീഡിയോ ആയതുകൊണ്ട് നിങ്ങൾ ആ സ്പീഡ് ഒരു 0.5 ഇട്ടിട്ട് കണ്ടാൽ മതി കേട്ടോ. അല്ലാതെ എനിക്കായിട്ട് ഇവിടെ സ്പീഡ് കുറയ്ക്കാൻ പറ്റില്ല. കാരണം ആകെ നമുക്കുള്ളത് 3 മണിക്കൂറാണ് ഈ കോഴ്സിന്, ഈ ചാപ്റ്ററിന്. അപ്പോൾ ഈ 3 മണിക്കൂർ കൊണ്ട് നമ്മൾ ഇത് എടുത്ത് ഒരു ഔട്ട്ലൈൻ തരാനേ നമുക്ക് പറ്റുള്ളൂ. ആക്ച്വലി നമുക്ക് ഈ ചാപ്റ്റർ ഏകദേശം ഒരു 20-22 മണിക്കൂറോളം വരും. നമ്മൾ ഫുള്ള് പ്രോബ്ലംസ് ഒക്കെ ചെയ്ത്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് ബ്രിഡ്ജ് കോഴ്സ് നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അല്ലെങ്കിലും എൻ്റെ പൊതുവേ ഇപ്പോൾ നിങ്ങൾ +1 വന്നാലും പൊതുവേ എൻ്റെ സ്പീഡ് ഇങ്ങനെ തന്നെയാണ്. +1 നമ്മളിപ്പോൾ ബ്രില്യൻ്റ് വന്നാലും എൻ്റെ സ്പീഡ് പൊതുവേ ഇങ്ങനെയാണ്. സ്പീഡ് ഞാൻ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബോറടിക്കും. നിങ്ങൾക്ക് ബോറടിക്കും, അതിനേക്കാൾ വലിയ ബോറടി എനിക്കായിരിക്കും. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഞാൻ പറയുന്ന കാര്യങ്ങൾ പിന്നെയും പറയുന്നുണ്ട്. ഇപ്പം ഒരു കാര്യം തന്നെ, ഇപ്പം നിങ്ങൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് കേട്ടോ, ഞാൻ 4 തവണയാണ് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത് അല്ലേ. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ഒരു തവണ നിങ്ങൾ പറയാം സാറേ ഒരു തവണ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാൽ മതി, അത് പതുക്കെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ കുറച്ച് എന്നോട് സഹകരിക്കണം. കാരണം എനിക്ക് ആ ഒരു ശീലമില്ല. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ബോറടിക്കും. അപ്പം നിങ്ങൾക്കും സാറ്റിസ്ഫാക്ഷൻ വേണം, എനിക്കും കൂടെ ഒരു സാറ്റിസ്ഫാക്ഷൻ വേണമല്ലോ എടുക്കുമ്പം. അതുകൊണ്ട് ഈ സ്പീഡ് ഇങ്ങനെ തന്നെ പോകുള്ളൂ. പിന്നെ നിങ്ങൾക്ക് റെക്കോർഡഡ് വീഡിയോ അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. ടെക്നോളജി ഭയങ്കര വലുതാണ്. അതുകൊണ്ട് നിങ്ങൾ 0.5 0.25 ഇനി ചില ഭാഗം ബോറടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 2 പറത്തി വിട്ടോ, അതൊക്കെ നമ്മുടെ ഇഷ്ടം കേട്ടോ. ഓക്കെ, അപ്പോൾ ദിസ് ഇസ് കോൾഡ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആണ്, അന്റോയിൻ ലാവോസിയർ. ശരി, ഇനി നമ്മൾ രണ്ടാമത്തെ ലോയിലേക്ക് പോവാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങളോട് ഞാൻ പറഞ്ഞു ഒരു ബീക്കറിൻ്റെ അകത്ത് നല്ല മഴവെള്ളം കളക്ട് ചെയ്യാൻ പറഞ്ഞു. നിങ്ങൾ എന്ത് ചെയ്തു, ഇപ്പം മഴ പെയ്യുമ്പോൾ പുറത്ത് പോയി എവിടെയും തട്ടാതെ വരുന്ന വെള്ളം കുറച്ച് കളക്ട് ചെയ്തു. എന്നിട്ട് എൻ്റെ അടുത്ത് തന്നിട്ട് പറഞ്ഞു സാർ ഇതാണ് മഴവെള്ളം. അപ്പം ഞാൻ ചോദിക്കും നാച്ചുറലാണോ? അതെ, മഴ നാച്ചുറലാണല്ലോ, നാച്ചുറൽ വെള്ളം. ശരി, എന്നാൽ ഇതിൻ്റെ അകത്ത് ഹൈഡ്രജനും ഓക്സിജനാണല്ലോ ഉള്ളത്. എത്ര % മാസ് ഉണ്ട്? അതായത് ഓരോരുത്തരുടെയും മാസ് പെർസെൻറ്റേജ് എത്രയാണെന്ന് ചോദിക്കും. അതായത് ഇപ്പം മാർക്കിൻ്റെ പെർസെൻറ്റേജ് എന്ന് വെച്ചാൽ എന്താ, കിട്ടിയ മാർക്ക് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാർക്ക് ഇൻറ്റു 100. അതിനെയാണ് നമ്മൾ മാർക്കിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയാം. എന്ന് പറയുന്ന പോലെ വെള്ളത്തിൻ്റെ അകത്തുള്ള ഹൈഡ്രജൻ്റെ പെർസെൻറ്റേജ് എങ്ങനെ കണ്ടുപിടിക്കും? ഹൈഡ്രജൻ്റെ മാസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് വാട്ടർ ഇൻറ്റു 100 ചെയ്താൽ മതി. അപ്പോൾ ചെയ്യാൻ പറഞ്ഞു. ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഹെൽപ്പോട് കൂടി നിങ്ങൾ കണ്ടുപിടിച്ചപ്പം ഹൈഡ്രജൻ്റെ പെർസെൻറ്റേജ് 11.1 എന്നും ഓക്സിജൻ്റെ പെർസെൻറ്റേജ് അപ്പോൾ കണ്ടുപിടിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ആകെ 2 എലമെൻറ്റേ വെള്ളത്തിൻ്റെ അകത്തുള്ളൂ, ഹൈഡ്രജനും ഓക്സിജനും. ഹൈഡ്രജൻ്റെ പെർസെൻറ്റേജ് 11.1 ആണെങ്കിൽ ഓക്സിജൻ്റെ 88.9 അല്ലേ? കാരണം പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ടോട്ടലി എത്രയാണ്? 100 ആണ്. ഓക്കെ, അപ്പം നിങ്ങൾ പറഞ്ഞു സാർ ദേ മഴവെള്ളത്തിനകത്തുള്ള ഹൈഡ്രജൻ്റെ പെർസെൻറ്റേജ് 11.1 മാസ് ആണ്, അതുപോലെ ഓക്സിജൻ്റെ 88.9 ആണ്. ഞാൻ പറഞ്ഞു ഓക്കെ ശരി, സമ്മതിച്ചു. ഇനി താനൊരു കാര്യം ചെയ്യൂ, ലാബിൽ ചെന്ന് ഹൈഡ്രജനെയും ഓക്സിജനെയും കൂടെ കമ്പൈൻ ചെയ്ത് വാട്ടർ ഉണ്ടാക്കാൻ പറയും. അപ്പോൾ ആ വാട്ടർ നാച്ചുറലാണോ? അല്ല, ആ വാട്ടർ സിന്തറ്റിക് ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു, ഹൈഡ്രജനെയും ഓക്സിജനെയും കമ്പൈൻ ചെയ്ത് വാട്ടർ ലാബിൽ ഉണ്ടാക്കി. അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടെന്ന് പറഞ്ഞു സാറേ ഇത് ആർട്ടിഫിഷ്യൽ വാട്ടറാണ് കേട്ടോ, ഞങ്ങൾ ഉണ്ടാക്കിയതാണ്. അപ്പം ഞാൻ ചോദിക്കും ശരി, ഇതിനകത്തുള്ള ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ പറയും. നിങ്ങൾ അഗെയിൻ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഹെൽപ്പോട് കൂടി കണ്ടുപിടിച്ചപ്പം ദി അമേസിങ് റിസൾട്ട് വാസ് ദാറ്റ് എന്താണ്, സെയിം പെർസെൻറ്റേജ് കിട്ടും. അതായത് 11.1% ഓഫ് ഹൈഡ്രജൻ ആൻഡ് 88.9% ഓഫ് ഓക്സിജൻ. ശരി, ഇനി ഞാൻ പറയും നിങ്ങൾ അന്റാർട്ടിക്കയിലോട്ട് വിട്ടോ, അവിടെ പോയി കുറച്ച് ഐസ് കട്ട എടുത്തുകൊണ്ടൊന്ന് ഉരുക്കാൻ പറയും. നിങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഐസ് കട്ടൊക്കെ എടുത്തുകൊണ്ടൊന്ന് ഉരുക്കി വെള്ളമാക്കി എന്നിട്ട് അത് ചെക്ക് ചെയ്യാൻ പറയും. യു ഗോട്ട് ദി സെയിം റിസൾട്ട്. അമേരിക്കയിൽ ചെന്ന് അവിടെ ഒരു കടൽ തീരത്ത് നിന്ന് അവിടെ നിന്ന് കുറച്ച് വെള്ളം എടുക്കുക, ചെക്ക് ചെയ്യാം, യു ഗോട്ട് ദി സെയിം റിസൾട്ട്. എന്ന് വെച്ചാൽ വാട്ടർ എന്ന് പറയുന്നൊരു കോമ്പൗണ്ട് യൂണിവേഴ്സിൻ്റെ ഏത് കോണിൽ നിന്നെടുത്താലും ഏതൊക്കെ രീതിയിൽ നിങ്ങളുണ്ടാക്കിയാലും എങ്ങനെയൊക്കെ ചെയ്താലും അതിലുള്ള ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും മാസ് പെർസെൻറ്റേജിൽ ഒരു വ്യത്യാസം പോലും കാണത്തില്ല എന്ന് നമ്മളോട് ആദ്യമായി പറഞ്ഞു തന്ന സയൻറ്റിസ്റ്റാണ് ജോസഫ് പ്രൗസ്റ്റ്. ഇദ്ദേഹത്തിൻ്റെ പേരാണ് ജോസഫ് പ്രൗസ്റ്റ്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ കാര്യമാണ് എ ഗിവൺ കോമ്പൗണ്ട് always contain same percentage composition of elements by mass. A given compound always contain same percentage composition of elements by mass
അല്ലെങ്കിൽ കോൺസ്റ്റന്റ് കോമ്പോസിഷൻ ഓർ ഫിക്സഡ് കോമ്പോസിഷൻ, ആൻഡ് ദാറ്റ്സ് വൈ ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോൺ ആസ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ ഓർ കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻ ഓർ ഫിക്സഡ് പ്രൊപ്പോർഷൻ. ഇപ്പം ഞാൻ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാക്കി, അതിൽ കാർബണിൻ്റെ പെർസെൻറ്റേജ് എനിക്ക് കിട്ടി. നിങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ്മോസ്ഫിയറിൽ നിന്ന് കളക്ട് ചെയ്തു, എന്നിട്ട് അതിലുള്ള കാർബണിൻ്റെ പെർസെൻറ്റേജ് എടുത്തു. ബോത്ത് ആർ എക്സാക്ട്ലി സെയിം ആയിരിക്കും, ഒരിക്കലും മാറാൻ പോകുന്നില്ല. എങ്ങനെയൊക്കെ ചെയ്താലും നിങ്ങളുടെ എലമെൻറ്റിൻ്റെ മാസ് പെർസെൻറ്റേജ് ഒരിക്കലും മാറില്ല എന്ന് പറഞ്ഞ ആളാണ് ജോസഫ് പ്രൗസ്റ്റ്. സോ അക്കോർഡിംഗ് ടു ജോസഫ് പ്രൗസ്റ്റ്, എ ഗിവൺ കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻ സെയിം പെർസെൻറ്റേജ് കോമ്പോസിഷൻ ഓഫ് എലമെൻറ്റ്സ് ബൈ മാസ്. ആസ് ആൻ എക്സാമ്പിൾ, നാച്ചുറൽ വാട്ടർ സാമ്പിൾ അദ്ദേഹം എടുത്തു, എന്നിട്ട് പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജനും പെർസെൻറ്റേജ് ഓഫ് ഓക്സിജൻ ബൈ മാസ്, മക്കളെ മാർക്കിൻ്റെ പെർസെൻറ്റേജ് എടുക്കുന്ന പോലെ കേട്ടോ, 11.1 ആൻഡ് 88.9 കിട്ടി. ദെൻ അവർ സിന്തറ്റിക് വാട്ടർ ഉണ്ടാക്കി അല്ലെ, ആർട്ടിഫിഷ്യലി വാട്ടർ ഉണ്ടാക്കി, ആൻഡ് സെയിം റിസൾട്ട് നിങ്ങൾക്ക് കിട്ടി. ഈ ഒരു റിസൾട്ട് വഴി അദ്ദേഹം സജസ്റ്റ് ചെയ്ത ഈ ലോയുടെ പേരാണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. സോ ദിസ് ഇസ് അക്കോർഡിംഗ് ടു ജോസഫ് പ്രൗസ്റ്റ്. ഇതാണ് നമ്മളുടെ രണ്ടാമത്തെ ലോ. ശരി, വി ആർ മൂവിങ് ഇൻ ടു തേർഡ് ലോ. തേർഡ് ലോ സജസ്റ്റ് ചെയ്ത ആ താടിക്ക് കൈ കൊടുത്തിരിക്കുന്ന ആശാൻ്റെ പേരാണ് ജോൺ ഡാൾട്ടൺ. ഹി വാസ് എ ബ്രിട്ടീഷ് സ്കൂൾ ടീച്ചർ. നിങ്ങൾക്കറിയാം, ഒരു 1809 1809 ആ ടൈമിലെ ഏറ്റവും വലിയ ഹീറോ എന്നറിയപ്പെടുന്ന ആളായിരുന്നു ജോൺ ഡാൾട്ടൺ. കാരണം ആറ്റത്തിനെ കുറിച്ച് സയൻറ്റിഫിക്കലി സംസാരിച്ച ആദ്യത്തെ വ്യക്തിയാണ് നമ്മളുടെ ജോൺ ഡാൾട്ടൺ. നിങ്ങൾക്കറിയാം ഡാൾട്ടൺസ് അറ്റോമിക് തിയറി. നമുക്കതിലേക്ക് വരാതിന് മുമ്പ് ജോൺ ഡാൾട്ടൺ തന്നെ സജസ്റ്റ് ചെയ്ത വളരെ മനോഹരമായിട്ടുള്ളൊരു ലോയാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ അക്കോർഡിംഗ് ടു ജോൺ ഡാൾട്ടൺ. അപ്പം ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടി ആദ്യം ഇദ്ദേഹം പറയുന്ന 2 ഡിഫറൻറ്റ് എലമെൻറ്റുകൾ കൺസിഡർ ചെയ്യാം. 2 ഡിഫറൻറ്റ് എലമെൻറ്റ്, ഫോർ എക്സാമ്പിൾ കാർബൺ ആൻഡ് ഓക്സിജൻ. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്, ഈ 2 ഡിഫറൻറ്റ് എലമെൻറ്റുകൾ കമ്പൈൻ ചെയ്ത് കിട്ടുന്നത് ഒന്നിൽ കൂടുതൽ പ്രൊഡക്റ്റ് ആയിരിക്കണം. അതെ, കാർബണും ഓക്സിജനും കമ്പൈൻ ചെയ്യുമ്പം കാർബൺ മോണോക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും 2 ഡിഫറൻറ്റ് കോമ്പൗണ്ടുകളും കിട്ടും. അപ്പം 2 ഡിഫറൻറ്റ് എലമെൻറ്റുകൾ കമ്പൈൻ ചെയ്ത് ഒന്നിൽ കൂടുതൽ പ്രൊഡക്റ്റ് കിട്ടുന്ന കേസിൽ, ദറ്റ് ഈസ് കാർബൺ ആൻഡ് ഓക്സിജൻ കമ്പൈൻ ടുഗദർ ടു ഫോം CO ആൻഡ് CO2, അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ലോ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ഫോർമേഷൻ ഓഫ് കാർബൺ മോണോക്സൈഡ് ആൻഡ് കാർബൺ ഡയോക്സൈഡ് നിങ്ങളെ കാണിച്ചു തരുവാണ്. കാർബൺ പ്ലസ് ഓക്സിജൻ ഗീവ്സ് കാർബൺ മോണോക്സൈഡും കാർബൺ പ്ലസ് ഓക്സിജൻ ഗീവ്സ് കാർബൺ ഡയോക്സൈഡും 2 റിയാക്ഷൻ നമ്മൾ എഴുതി. പക്ഷെ നിങ്ങൾക്കറിയാം, ഏത് ഇക്വേഷൻ എഴുതിയാലും നിങ്ങളതിനെ ബാലൻസ് ചെയ്യണം അല്ലേ. ബാലൻസിങ് ഈസ് എ മസ്റ്റ് തിങ് ഇൻ കെമിസ്ട്രി. അപ്പോൾ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഏത് ലോയാ? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. നോക്കിയേ, ഒരു കാർബൺ, ഓക്കെ, 2 ഓക്സിജൻ, 1 ഓക്സിജൻ. ഇവിടെ 2 ഓക്സിജൻ ഉണ്ട്, അവിടെ 1 ഓക്സിജൻ മതി. ശരി, അപ്പം നിങ്ങൾ നോക്കിക്കേ, നിങ്ങൾക്കൊരു ഓക്സിജൻ മതി, നിങ്ങളിവിടെ 2 എണ്ണം തന്നിട്ടുണ്ട്, വേണ്ടെന്നേ അതിൻ്റെ പകുതി മതി എന്ന് ഇട്ടാൽ മതി. നിങ്ങൾക്ക് ഈ ഒരു ബാലൻസിങ് ചിലപ്പോൾ പരിചയം ഉണ്ടാവില്ല. പരിചയമില്ലാത്ത കാര്യങ്ങൾ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ബ്രില്യനിലുള്ള ആൾക്കാരുടെ ഉത്തരവാദിത്തം. അതുകൊണ്ട് ഞാനൊരു കാര്യം നിങ്ങളെ പരിചയപ്പെടുത്തുവാണ്, ഫ്രാക്ഷണൽ ബാലൻസിങ്. അതായത് നിങ്ങൾ സാധാരണ ചെയ്യുന്ന എന്താ, ഇവിടെ 2 ഓക്സിജൻ ഉള്ളപ്പോൾ ഇവിടെ 2 ഇടും, എന്നിട്ട് കാർബൺ റെഡിയാക്കാൻ വേണ്ടി ഇപ്പോൾ ഇവിടെ 2 ഇടും. അത്രയും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് 2 ഓക്സിജൻ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് 1 എണ്ണം മതി, 1 എണ്ണം എടുത്താൽ മതി. സോ യു ക്യാൻ പുട്ട് half O2. മനസ്സിലായ? അപ്പം മറ്റേതിലും ചെയ്യാം, ഇങ്ങനെയും ചെയ്യാം. ഇനി നോക്കിയോ, C + O2 gives CO2. ഒരു C 2 ഓക്സിജൻ 2 ഓക്സിജൻ. ഇത് കുഴപ്പമില്ല. ഓക്കെ, ഇനി പറയണേ, ഇത് 12 ഗ്രാമാണ് കാർബണിൻ്റെ മാസ്. തൽക്കാലം എന്നെ വിശ്വസിക്കുക. O2ൻ്റെ 32 ആണ്, പക്ഷേ അതിൻ്റെ പകുതി മതി എന്ന് വെച്ചാൽ 16 ഗ്രാമാണ്. അക്കോർഡിംഗ് ടു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് 12 + 16 28 ഗ്രാമാണ്. ദിസ് ഇസ് 12 ഗ്രാം ആൻഡ് ദിസ് ഇസ് 32 ഗ്രാം ആൻഡ് ദിസ് ഇസ് മക്കളെ 44 ഗ്രാം ആണ്. അപ്പം നിങ്ങൾ അദ്ദേഹം പറഞ്ഞതുപോലെ 2 ഡിഫറൻറ്റ് എലമെൻറ്റുകൾ എടുത്തു, ഒന്നിൽ കൂടുതൽ പ്രൊഡക്റ്റ് ഉണ്ടാകുന്ന സിറ്റുവേഷൻ എഴുതി. ഇനി ഇതിൽ ഏതെങ്കിലും ഒരാളുടെ മാസ് നിങ്ങൾ ഫിക്സ് ചെയ്ത് വെക്കണം, കോൺസ്റ്റൻ്റ് ആക്കി വെക്കണം. അപ്പോൾ ഇതിൽ ആരുടെയെങ്കിലും മാസ് ഫിക്സഡ് ആണോ എന്ന് നോക്കിയേ. അതെ, കാർബണിന് ഓൾറെഡി ഫിക്സഡ് മാസ്സാണ്. അപ്പോൾ പിന്നെ നമ്മൾ മറ്റേ ഓക്സിജനെ നോക്കേണ്ട ആവശ്യമില്ല. കാർബണിനെ നമ്മൾ ഫിക്സഡ് മാസ് എന്നുള്ള രീതിയിൽ ഫിക്സ് ചെയ്ത് വെച്ചു. എന്നിട്ട് ജോൺ ഡാൾട്ടൺ പറയുവാണ്, ശരി, നിങ്ങൾ കാർബണിനെ ഫിക്സ് ചെയ്തു, ഈ കാർബണുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന ആളാരാ? ഓക്സിജൻ. അയാളുടെ മാസ് ഫിക്സ്ഡ് ആണോ? അല്ല. അപ്പോൾ അയാളുടെ മാസിൻ്റെ റേഷ്യോ എന്താ? 16:32 അല്ലേ? റേഷ്യോ ഓഫ് മാസ് ഓഫ്
ഓക്സിജൻ, റേഷ്യോ ഓഫ് മാസസ് ഓഫ് ഓക്സിജൻ എന്ന് പറയുമ്പം 16:32 ആണ്. അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ് അതൊരു സിമ്പിൾ ഹോൾ നമ്പർ ആണോ? അതെ, കാരണം ഇത് 16ന്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് 1:2 എന്ന് എഴുതാം. ദിസ് ഈസ് സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ. ഇതൊരു സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ആയിരിക്കണം, എന്നാലേ ഈ രണ്ട് കോമ്പൗണ്ടുകൾ ഫോം ചെയ്തു എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റാണ് ജോൺ ഡാൾട്ടൺ. അതായത് രണ്ട് ഡിഫറൻറ്റ് എലമെൻറ്റുകൾ കമ്പൈൻ ചെയ്ത് ഒന്നിൽ കൂടുതൽ പ്രൊഡക്റ്റ് ഉണ്ടാകുന്ന കേസിൽ ഏത് എലമെൻറ്റിൻ്റെ മാസാണോ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിൻ്റേക്ക് ആ ഫിക്സഡ് മാസിലോട്ട് കമ്പൈൻ ചെയ്യാൻ ചെല്ലുന്ന മറ്റേ ആളുടെ മാസിൻ്റെ റേഷ്യോ എപ്പോഴും ഒരു സിമ്പിൾ ഹോൾ നമ്പർ ആയിരിക്കും എന്ന് പറയുന്ന ലോയാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. ഒന്നുകൂടി പറയാം. വെൻ ടു ഡിഫറൻറ്റ് എലമെൻറ്റ്സ് combined together to form more than one product, the masses of one of the element combined with the fixed mass of the other element is always a simple whole number ratio. അങ്ങനെയാണെങ്കിൽ ഇവരുടെ ഫോർമേഷൻ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ എക്സാമിന് ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും, ഇതിൽ ഏത് കോമ്പൗണ്ടുകളുടെ ഫോർമേഷനാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ ഒന്നിലധികം പ്രൊപ്പോർഷന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുകയെന്ന്. അപ്പം നിങ്ങളിത് ഈ ഒരു പോയിന്റ് ഓർത്ത് വെച്ചാൽ മതി. രണ്ട് ഡിഫറൻറ്റ് എലമെൻറ്റ് അല്ലേ, 2 different elements forms more than one product. So definitely this is law of multiple proportion. നിങ്ങളോട് എക്സാമിന് ചോദിക്കുമ്പം ഈ ഒരു പോയിന്റ് ഓർത്ത് വെച്ചാൽ മതി. രണ്ട് ഡിഫറൻറ്റ് എലമെൻറ്റും ഒന്നിൽ കൂടുതൽ പ്രൊഡക്റ്റുകളും തന്നാൽ ഉറപ്പാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ആയിരിക്കും. ഫോർ ആസ് ആൻ എക്സാമ്പിൾ, ഒന്ന് NH3 അമോണിയ ആൻഡ് ഹൈഡ്രസീൻ, N2H4 എക്സാമ്പിൾ ആണോ? രണ്ട് ഡിഫറൻറ്റ് എലമെൻറ്റ് നൈട്രജൻ ആൻഡ് ഹൈഡ്രജൻ ഒന്നിൽ കൂടുതൽ പ്രൊഡക്റ്റ് എക്സാമ്പിൾ ആണ്. ദെൻ സൾഫർ ഡയോക്സൈഡ് ആൻഡ് സൾഫർ ട്രയോക്സൈഡ് എക്സാമ്പിൾ ആണ്. രണ്ട് എലമെൻറ്റും ഒന്നിൽ കൂടുതൽ കോമ്പൗണ്ടും. 3 NO, N2O, N2O3, N2O4, N2O5 എക്സാമ്പിൾ ആണോ? ഉറപ്പായിട്ടും എക്സാമ്പിൾ ആണ്. കാരണം നൈട്രജൻ ആൻഡ് ഓക്സിജൻ ആർ 2 ഡിഫറൻറ്റ് എലമെൻറ്റ്സ്. ഒന്നിൽ കൂടുതൽ എത്ര 5 കോമ്പൗണ്ടുകളുണ്ട്. ഓക്കെ, ഈസി ആയിട്ട് പറയാൻ പറ്റും. നാലാമത്തത് നമ്മൾ H2O ആൻഡ് H2S എക്സാമ്പിൾ അല്ല. കാരണം ഇതിൽ ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, സൾഫർ ഉണ്ട്. 3 ഡിഫറൻറ്റ് എലമെൻ്റ് ആയതുകൊണ്ട് പറ്റില്ല. കണ്ടോ? അപ്പോൾ സിമ്പിളാണ് കേട്ടോ. ഈ ഒരു ചോദ്യം നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. പിന്നെ സ്കൂൾ എക്സാമിനൊക്കെ നമ്മളോട് സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കും. എൻട്രൻസ്, നിങ്ങളൊരു ബ്രിഡ്ജ് കോഴ്സ് 11th പോരാൻ വേണ്ടിയായിരിക്കും. പിന്നെ എൻട്രൻസ് ഒക്കെ എഴുതാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ നമുക്ക് ഡെഫിനിഷൻ അങ്ങനെ എന്താ പറയുക അറിഞ്ഞാൽ മതി. അതിങ്ങനെ റീപ്രൊഡ്യൂസ് ചെയ്ത് പറയണം എന്നില്ല. എങ്കിലും ഒന്നുകൂടെ പറയുകയാണ്. ദിസ് ഇസ് ദി തേർഡ് ടൈം. When two different elements combine together to form more than one product, the masses of one of the element combined with the fixed mass of the other element is always in a simple whole number ratio. ഓർത്ത് വെച്ചോണം, രണ്ട് ഡിഫറൻറ്റ് എലമെൻറ്റും ഒന്നിൽ കൂടുതൽ കോമ്പൗണ്ടുകളുമാണെങ്കിൽ the law is called the law of multiple proportions. So now we are moving into the fourth law, that is Gay-Lussac's law of gaseous volume. അദ്ദേഹത്തിൻ്റെ പേരാണ് ജോസഫ് ഗേ-ലുസാക്ക്. അദ്ദേഹത്തിൻ്റെ പേര് പിന്നെ പറയേണ്ട ആവശ്യമില്ല, ഓൾറെഡി അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ജോസഫ് ഗേ-ലുസാക്ക് എന്നാണ് ഫുൾ നെയിം, ജോസഫ് ഗേ-ലുസാക്ക്. ഇത് പഠിച്ചപ്പോൾ കഴിഞ്ഞ വർഷം ഒരു പയ്യൻ ചോദിച്ചാണ്, സാറേ ഇദ്ദേഹം ഗേ ആയതുകൊണ്ടാണോ ഇദ്ദേഹത്തിൻ്റെ പേരിങ്ങനെ ആയതെന്ന്. അതെനിക്ക് അറിഞ്ഞുകൂടാ, അതിൻ്റെ റീസൺ ഒന്നും അറിഞ്ഞുകൂടാ. പേരിൽ അങ്ങനെയാണ്, ജോസഫ് ഗേ-ലുസാക്സ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ സെക്ഷൽ ഓറിയൻറ്റേഷൻ ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ആ പേരങ്ങനെ ഓർത്ത് വയ്ക്കുക. വളരെ ഫേമസ് ആയിട്ടുള്ള സയൻറ്റിസ്റ്റാണ്. 2 ചാപ്റ്ററുകളിലാണ് ഈ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് കേട്ടോ, ജോസഫ് ഗേ-ലുസാക്ക്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, ആദ്യമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യം, ഇദ്ദേഹം പറഞ്ഞത് ഇത്രയും നാളും പറഞ്ഞ 3 ആളുകളെ പോലെയല്ല. ഇത്രയും നേരം നമ്മൾ പറഞ്ഞ ലോയ്ക്കകത്ത് ഫുള്ള് മാസാണ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ ബൈ മാസ്, നമ്മൾ മാസ് പെർസെൻറ്റേജ് കണ്ടുപിടിച്ചത്. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ, ദാറ്റ് ഈസ് ഓൾസോ മാസ്. എന്തിൻ്റെ റേഷ്യോ എന്നാണ് പഠിപ്പിച്ചത്? മാസിൻ്റെ റേഷ്യോ. ആദ്യമായിട്ടാണ് ഒരു ലോയിൽ വോളിയത്തിനെ കുറിച്ച് പറയുന്നത്. ആരുടെ വോളിയം?
ഗ്യാസുകളുടെ വോളിയം. നിങ്ങൾ ഈ ലോ എന്ന് പറയുന്നത് ഗ്യാസുകളുടെ വോളിയത്തിന് മാത്രമാണ്. അപ്പം നിങ്ങൾ ചോദിക്കുക എന്താ സാറേ ഗ്യാസിൻ്റെ വോളിയത്തിന് മാത്രം? അത് നമ്മൾ അങ്ങേരോട് ചോദിക്കേണ്ടി വരും അല്ലേ. അദ്ദേഹം പറഞ്ഞത് ഞാൻ പറയുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റ് ഗ്യാസുകൾക്ക് മാത്രമേ ആപ്ലിക്കബിൾ ഉള്ളൂ. അപ്പോൾ പിന്നെ നമുക്ക് അങ്ങനെ ഓർത്ത് വെക്കാനേ പറ്റുള്ളൂ കേട്ടോ. ഗേ-ലുസാക്സ് ലോ ഓഫ് ഗേഷ്യസ് വോളിയം. നിങ്ങളിതിനെ എളുപ്പത്തിന് വേണ്ടി ഗേ-ലുസാക്സ് ലോ എന്ന് പറഞ്ഞേക്കരുത്. കാരണം ഗേ-ലുസാക്സ് ലോ എന്ന് സജസ്റ്റ് ചെയ്തതും ഇദ്ദേഹം തന്നെയാണ്. അത് പക്ഷേ വേറെ ലോ ആണ് കേട്ടോ. ഗേ-ലുസാക്സ് ലോ ഓഫ് ഗേഷ്യസ് വോളിയം ആൻഡ് ഗേ-ലുസാക്സ് ലോ ബോത്ത് ആർ ഡിഫറൻറ്റ്. അപ്പം നിങ്ങൾ പറയുമ്പം ഗേ-ലുസാക്സ് ലോ എന്ന് പറഞ്ഞ് നിർത്തരുത്, ഗേ-ലുസാക്സ് ലോ ഓഫ് ഗേഷ്യസ് വോളിയം. ശരി, ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കുന്നതിന് മുമ്പ് ആദ്യം നിങ്ങൾ എടുക്കുന്ന ഗ്യാസുകളെല്ലാം ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റൻ്റ് ആക്കി വെച്ചവരായിരിക്കണം. എന്നുവെച്ചാൽ ഈ ലോ വർക്കാകണമെങ്കിൽ യു ഷുഡ് ഫോളോ 2 കണ്ടീഷൻസ്. ടെമ്പറേച്ചർ ഓഫ് ദി ഗ്യാസസും പ്രഷർ എക്സേർട്ടഡ് ബൈ ദി ഗ്യാസസും സെയിം ആയിരിക്കണം. നിങ്ങൾക്കറിയാം ഗ്യാസുകൾ പ്രഷർ കാണിക്കും അല്ലേ. ഗ്യാസും മോളിക്യൂൾസ് എപ്പോഴും ഇങ്ങനെ പോയി ഇങ്ങനെ ഇടിച്ചിടിച്ചിടിച്ചിടിച്ച് ഗ്യാസ് ഇപ്പോൾ ഒരു കണ്ടെയ്നറിൽ വെച്ചിരിക്കുകയാണെങ്കിൽ ആ കണ്ടെയ്നറിൽ പോയി ഗ്യാസ് ഇങ്ങനെ ഇടിച്ചിടിച്ചിടിച്ച് ഒരു പ്രഷർ ജനറേറ്റ് ചെയ്യും. അപ്പോൾ ആ പ്രഷർ എന്ന് പറയുന്നത് ശരിക്കും ഗ്യാസുകളുടെ പ്രോപ്പർട്ടി. അപ്പം നിങ്ങൾക്കുള്ള റിയാക്ഷനിലുള്ള എല്ലാ ഗ്യാസുകളും ഒരേ പ്രഷർ എക്സേർട്ട് ചെയ്യുന്നവരും ഒരേ ടെമ്പറേച്ചർ ഫീൽ ചെയ്യുന്നവരും ആണെങ്കിലേ ഈ ലോ വർക്ക് ആകത്തുള്ളൂ കേട്ടോ. അങ്ങനെയുള്ള ഒരു റിയാക്ഷൻ നമ്മൾ എഴുതുവാണ്. നൈട്രജൻ പ്ലസ് 3 ഹൈഡ്രജൻ ഗീവ്സ് 2 അമോണിയ. ഹേബേഴ്സ് പ്രോസസ്സാണ്. ഇതിലെ റിയാക്റ്റൻറ്റും ഗ്യാസുകളാണ്, അതുപോലെ പ്രോഡക്റ്റും ഗ്യാസുകളാണ് എന്നോർക്കണം. എന്നിട്ട് ഇദ്ദേഹം ചെയ്തെന്താണെന്നറിയോ, ആദ്യം ഇതിൽ എന്താ പറയുക ഒരു 3 ഗ്യാസുകളുണ്ട്. ഈ 3 ഗ്യാസുകളുടെയും ടെമ്പറേച്ചറും പ്രഷറും ഫിക്സഡ് ആണെന്ന് ഉറപ്പുവരുത്തി. അതിനുശേഷം നൈട്രജൻ്റെ ഒരു വോളിയം എടുത്തു. ഒരു വോളിയം എന്ന് വെച്ചാൽ 1 ml ഓർ സംതിങ്, നമുക്ക് അങ്ങനെ എഴുതാം. അതെ, 1 ml എടുത്തു, നൈട്രജൻ്റെ 1 ml. എന്നിട്ട് ആ 1 ml ഫിക്സഡ് ആണ്, അത് മാറ്റുകയല്ല കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്തു, ഈ നൈട്രജൻ്റെ കൂടെ റിയാക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ 1 ml ഹൈഡ്രജനും കൂടെ എടുത്തു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വിചാരം 1 ml നൈട്രജനും 1 ml ഹൈഡ്രജനും കൂടെ റിയാക്ട് ചെയ്ത് അമോണിയ അമോണിയ ഉണ്ടായി. പക്ഷേ ഈ റിയാക്ഷൻ കംപ്ലീറ്റ് ആയില്ല. എന്ന് വെച്ചാൽ ഈ റിയാക്ഷനിൽ കുറച്ച് നൈട്രജനോ ഹൈഡ്രജനോ ആരൊക്കെയോ മിച്ചം വന്നു. അപ്പോൾ റിയാക്ഷൻ കംപ്ലീറ്റ് ആയില്ലെങ്കിൽ നമുക്കതൊരു സക്സസ് അല്ല, അത് ഫെയിലിയറാണ്. അപ്പം നിങ്ങൾ കൊടുക്കുന്ന റിയാക്ടൻ്റ് കംപ്ലീറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്ത പ്രൊഡക്റ്റ് എന്തായാലും നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്യുകയാണ്. അപ്പോൾ റിയാക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് അല്ലേ. ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാൽ നമ്മളത് കംപ്ലീറ്റ് ചെയ്യണം. പക്ഷേ ഇങ്ങനെ കൊടുത്തപ്പം അമോണിയ ഉണ്ടായി, പക്ഷേ റിയാക്ഷൻ കംപ്ലീറ്റ് ആയില്ല, ആരാണ്ടൊക്കെ കുറച്ച് മിച്ചം വന്നു. അപ്പോൾ ഗേ-ലുസാക്സിന് അത് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം എന്ത് ചെയ്തു, ഈ 1 ml എന്നുള്ളത് അവിടുന്ന് മാറ്റിയിട്ട് ഒരു 1.5 ml ആയിട്ട് ഇൻക്രീസ് ചെയ്ത് നോക്കി. അപ്പോഴും ആരുടെ വോളിയം ഫിക്സ്ഡ് ആണ്? നൈട്രജൻ്റെ വോളിയം മാറ്റിയിട്ടില്ല. രണ്ടുപേരുടെയും കൂടെ മാറ്റി നമുക്ക് അറിയാൻ പറ്റുമോ? നൈട്രജൻ്റെ അങ്ങനെ തന്നെ വെച്ചു. ഈ 1 ml എത്ര ഹൈഡ്രജൻ വേണമെന്ന് കണ്ടുപിടിക്കാനാണ് 1.5 വെച്ചു. അപ്പോഴും അമോണിയ ഉണ്ടായി, പക്ഷേ റിയാക്ഷൻ കംപ്ലീറ്റ് ആയില്ല. അങ്ങനെ ഇങ്ങനെ ട്രയൽ മെത്തേഡ് വഴി ചെയ്ത് 3 ml ആക്കിയപ്പം ഒരു വലിയ പ്രത്യേകത കണ്ടു. കംപ്ലീറ്റ് ആയിട്ട് റിയാക്ഷൻ നടക്കുകയാണ്. എന്ന് വെച്ചാൽ അമോണിയ ഉണ്ടായി, റിയാക്ഷനിൽ നൈട്രജനോ ഹൈഡ്രജനോ ഒരു അല്പം പോലും മിച്ചം വന്നില്ല, ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് തീർന്നു. അങ്ങനെ ഇദ്ദേഹത്തിന് മനസ്സിലായി 1 ml നൈട്രജന് 3 ml ഹൈഡ്രജനാണ് വേണ്ടത് അല്ലേ. ശരി, എത്ര ml അമോണിയ ഉണ്ടായെന്നറിയാവോ? 2 ml അമോണിയ. 2 ml അമോണിയ ഉണ്ടായി. അപ്പോൾ നിങ്ങൾ ചോദിക്കും സാറേ ബാക്കി 2 ml എവിടെ എന്ന് ചോദിച്ചാൽ ഞാൻ അവിടെ ഒന്ന് ഓടിക്കും. കാരണം നിങ്ങൾക്കറിയാം 1 ഗ്രാമും 3 ഗ്രാമും ആണെങ്കിൽ 4 ഗ്രാം ഉണ്ടാകണം എന്നുള്ള റൂളുണ്ട്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. വോളിയം കൺസർവ് ചെയ്യണമെന്ന് ഞാനും പറഞ്ഞിട്ടില്ല, വേറെ ആരും പറഞ്ഞിട്ടില്ല. എന്ന് വെച്ചാൽ 1 ml നൈട്രജനും 3 ml ഹൈഡ്രജനും കൂടെ കൂട്ടുമ്പം 4 ml അമോണിയ കിട്ടണമെന്ന് വാശി പിടിക്കരുത്. കാരണം ലോ ഓഫ് കൺസർവേഷൻ ഓഫ് വോളിയം ഇല്ല. അപ്പോൾ 2 ml അമോണിയ ഉള്ളൂ, ബാക്കി 2 ml എവിടെയെന്ന് ചോദിക്കരുത് കേട്ടോ. പക്ഷേ എന്തുകൊണ്ടാണ് ഈ 1 ml നൈട്രജന് 3 ml ഹൈഡ്രജൻ ആവശ്യം വന്നു, 2 ml അമോണിയ കിട്ടിയുള്ളൂ എന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. എന്താണ് കാരണം എന്ന് മനസ്സിലായില്ല. പക്ഷേ പുള്ളിക്ക് മനസ്സിലായി 1 ml നൈട്രജൻ എടുത്ത 3 ml ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ 2 ml അമോണിയ ഫോം ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം എന്ത് ചെയ്തു, 100 ml അമോണിയ നൈട്രജൻ എടുത്ത് നോക്കി. അപ്പോൾ 300 ml ഹൈഡ്രജൻ ആവശ്യം വന്നു. രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് 200 ml അമോണിയാണ് ഫോം ചെയ്തത്. പക്ഷേ ഇതിൻ്റെ റീസൺ പുള്ളിക്ക് മനസ്സിലായില്ല. സോ ജനറലി പറഞ്ഞാൽ 1 വോളിയം നൈട്രജന് 3 വോളിയം ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ 2 വോളിയം അമോണിയ ഫോം ചെയ്യാം. അപ്പോൾ പുള്ളി എഴുതുവാണ് വോളിയം ഓഫ്
hydrogen is to volume of hydrogen is to volume of ammonia, which is equal to 1:3:2, which is a simple whole number ratio, which is a simple whole number ratio എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റാണ് ജോസഫ് ഗേ ലുസാക്സ്. അതായത് ഒരു റിയാക്ഷനിൽ ഗ്യാസുകൾ പങ്കെടുക്കുകയോ ഗ്യാസുകൾ ഫോം ചെയ്യുകയോ ചെയ്തോട്ടെ, അവരുടെ വോളിയത്തിൻ്റെ റേഷ്യോ ഒരു സിമ്പിൾ ഹോൾ നമ്പർ ആയിരിക്കും. 1:3:2. അമോണിയയുടെ ഈ ഒരു റേഷ്യോ നിങ്ങൾ എവിടെ വെച്ച് ചെയ്താലും ഇത് തന്നെ കിട്ടുള്ളൂ. ഇഫ് യു ആർ കീപ്പിംഗ് ദി ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കോൺസ്റ്റൻറ്റ്, ഈ ഒരു റേഷ്യോ മാത്രമേ കിട്ടുള്ളൂ എന്ന് കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റാണ് ജോസഫ് ഗേ ലുസാക്. സോ അക്കോർഡിംഗ് ടു ജോസഫ് ഗേ ലുസാക്സ് law of gaseous volume, when gases are combined or are taking part, when gases are taking part in a chemical reaction or are produced in a chemical reaction, they do so in volume such that their volume ratios are simple whole number. വോളിയം റേഷ്യോ എപ്പോഴും ഒരു സിമ്പിൾ ഹോൾ നമ്പർ വരുന്ന രീതിക്കാണ് ഗ്യാസുകൾ ഫോം ചെയ്യുന്നതും കമ്പൈൻ ചെയ്യുന്നതും എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റാണ് ജോസഫ് ഗേ ലുസാക്. പക്ഷേ ഇതിൻ്റെ റീസൺ എന്താണെന്ന് ആശാന് പിടികിട്ടിയില്ല അല്ലേ? എന്താണ് ഇതിൻ്റെ റീസൺ എന്ന് പിടികിട്ടിയില്ല. അപ്പം ഞാൻ കുറച്ച് സ്റ്റാർട്ട് ഫേസ് ഇട്ടേക്കുക, ഭയങ്കര സങ്കടമായി. എന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ല. അപ്പോൾ പുള്ളിക്ക് മനസ്സിലായി റേഷ്യോ എപ്പോഴും ഇങ്ങനെയാണ് വരുന്നത്, പക്ഷെ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് പുള്ളിക്ക് മനസ്സിലായില്ല. പുള്ളിക്ക് മനസ്സിലാകാത്തതുകൊണ്ട് എനിക്ക് നിങ്ങളെ പഠിപ്പിക്കാൻ പറ്റുമോ? കാരണം പുള്ളിക്ക് മനസ്സിലായില്ല, അതുകൊണ്ട് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായാലേ എനിക്ക് നിങ്ങളെ പഠിപ്പിച്ച് തരാൻ പറ്റുള്ളൂ. അപ്പോൾ തൽക്കാലം നമ്മളതൊരു ട്രാജഡി, ഒരു സങ്കടമായിട്ട് മനസ്സിൽ കിടന്നോട്ടെ. ജോസഫ് ഗേ ലുസാക്സ് law of gaseous volume states that gases are combined or produced in a chemical reaction in simple volume ratio. അല്ലേ, വളരെ ചെറിയ വോളിയത്തിൻ്റെ റേഷ്യോയിലാണ് ഗ്യാസുകൾ കമ്പൈൻ ചെയ്യുന്നതും അതുപോലെ ഫോം ചെയ്യുന്നതും എന്ന് ഓർത്ത് വയ്ക്കുക. തൽക്കാലം റീസൺ നമുക്കറിയില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് സാഡ് ഫേസ് അവിടെ ഇട്ടിട്ടുണ്ട്. നമുക്ക് തൽക്കാലം 5ാമത്തെ ലോയിലോട്ട് പോകാം. ദാറ്റ് ഈസ് അവോഗാഡ്രോസ് ലോ. ഹി വാസ് ആൻ ഇറ്റാലിയൻ ഫിസിസിസ്റ്റ്. അദ്ദേഹത്തിൻ്റെ പേരാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. ലോറൻസോ റൊമാനോ അമീഡിയോ കാർലോ ബെർണഡേറ്റ് അവഗാഡ്രോ ഡി കെറേന ഇ കെറേറ്റോ. ഇതാണ് പുള്ളിയുടെ ഫുൾ നെയിം. നമുക്ക് അത്ര ഓർത്ത് വയ്ക്കാൻ പറ്റത്തൊന്നുമില്ല. നിങ്ങൾ ജസ്റ്റ് അവഗാഡ്രോ ഓർ സിംപ്ലി അമീഡിയോ അവഗാഡ്രോ ആ രീതിയിലൊന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പം അവഗാഡ്രോ എന്ന് പറയുന്ന ആളെ നമ്മൾ സയൻസ് പഠിക്കുന്ന ആളുകൾ ഒരിക്കലും മറക്കാൻ പോകുന്നില്ല. ബിക്കോസ് അല്ലേ, നമ്മൾ കെമിസ്ട്രി ഒക്കെ പഠിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ കൂടെ വരുന്ന ഒരു നമ്പറാണ് ശരിക്കും എന്ത്, അവോഗാഡ്രോസ് നമ്പർ അല്ലേ. അപ്പോൾ അവഗാഡ്രോ സജസ്റ്റ് ചെയ്ത ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് അവഗാഡ്രോസ് ലോ എന്ന പേരിൽ അറിയപ്പെടുക. അവഗാഡ്രോസ് ലോയിൽ പറയുന്നത് എങ്ങനെയാണ്, ഇപ്പോൾ ഞാനൊരു ഫ്ലാസ്ക് എടുത്തു, ഇതേപോലെ വേറൊരു ഫ്ലാസ്ക് ഇവിടെയുണ്ട്. അപ്പോൾ 2 ഫ്ലാസ്കിൻ്റെയും വോളിയം സെയിം ആണ്. ഇത് V ലിറ്റർ ആണെങ്കിൽ ഇതും V ലിറ്ററാണ്. ഞാനിതിൽ നൈട്രജൻ ഫില്ല് ചെയ്തു, ഇവിടെ ഓക്സിജൻ കയറ്റി വെച്ചു. നൈട്രജൻ ഫീൽ ചെയ്യുന്ന ടെമ്പറേച്ചർ T കെൽവിൻ ആണെങ്കിൽ ഓക്സിജനും T കെൽവിൻ. നൈട്രജൻ ഇങ്ങനെ പോയി ഇടിച്ചിടിച്ചിടിച്ച് കാണിക്കുന്ന പ്രഷർ PATM ആണെങ്കിൽ ഓക്സിജനും PATM തന്നെയാണ് എക്സേർട്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അതായത് ഈക്വൽ വോളിയമാണ്, ഒരേ ടെമ്പറേച്ചറും ഒരേ പ്രഷറും ആണ് എന്ന് വിചാരിക്കാം. എന്നിട്ട് ഞാൻ നിങ്ങളോട് പറയാണ്, ഈ ഫസ്റ്റ് ഫ്ലാസ്ക് ഓപ്പൺ ചെയ്യാൻ പറയും. അപ്പം നിങ്ങൾ എന്ത് ചെയ്തു, ആദ്യത്തെ ഫ്ലാസ്ക് ഓപ്പൺ ചെയ്തു. അങ്ങനെ ഫസ്റ്റ് ഫ്ലാസ്ക് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യും, നൈട്രജൻ്റെ വഴിയേ പോവും. കാരണം അയാൾ ഗ്യാസ് അല്ലേ, ഓൺ ദ സ്പോട്ടിൽ ഇറങ്ങി ഓടും. പക്ഷെ നിങ്ങൾ വിചാരിക്കുക, നിങ്ങൾക്ക് ഭയങ്കര ഒരു ദിവ്യശക്തി ഉണ്ട്. നൈട്രജൻ ഇരിക്കുന്ന ഫ്ലാസ്ക് നിങ്ങൾ തുറന്നപ്പം നൈട്രജൻ മോളിക്യൂൾ ആ ഫ്ലാസ്കിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒഴുകി നടക്കുകയാണ്, നിങ്ങളെ നോക്കി എന്ന് വിചാരിക്കുക. എന്നിട്ട് ഞാൻ പറയാം, ഇതിൽ എത്ര നൈട്രജൻ മോളിക്യൂൾ ഉണ്ടെന്ന് ചോദിക്കും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, എണ്ണണം അല്ലേ. ഇപ്പം ഞാൻ ഒരു കൊട്ടയ്ക്കകത്ത് കുറേ ആപ്പിൾ ഇരിക്കുക, എടോ ആ കൊട്ടയിൽ എത്ര ആപ്പിൾ ഉണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും, അവിടെ പോയിട്ട് എണ്ണി നോക്കും. 1 2 3 4 പറയും, സാറേ 12 ആപ്പിൾ ഉണ്ട് കേട്ടോ, അങ്ങനെ പറയും. എന്ന് പറയുന്ന പോലെ ഞാൻ ചോദിക്കുകയാണ് എത്ര മോളിക്യൂൾ ഉണ്ട്. അപ്പം നിങ്ങൾ ഇതിൽ നിന്ന് നൈട്രജൻ മോളിക്യൂളിനെ എണ്ണാൻ പോവുക. മക്കളെ, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. നിങ്ങളെ എനിക്കിങ്ങനെ ഇല്ലോജിക്കലായിട്ട് പഠിപ്പിക്കാനേ പറ്റുള്ളൂ, അല്ലാതെ നിങ്ങൾക്ക് മനസ്സിലാവാൻ ചാൻസ് ഇല്ല. ഇപ്പം മോളിക്യൂൾസ് നമുക്കിങ്ങനെ പെറുക്കെടുക്കാനൊന്നും പറ്റില്ല. ഇപ്പം നമ്മുടെ മൂക്കിൻ്റെ അകത്തോട്ട് എയർ കയറുന്നുണ്ട്. നമ്മൾ അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഒരു ഓക്സിജൻ മോളിക്യൂളിനെ എടുത്ത് മൂക്കിൻ്റെ അകത്തോട്ട് കയറ്റി വിടുകയാണോ ചെയ്യുന്നത്? അല്ല, തന്നെ എയർ കയറും, അവർക്ക് ആവശ്യമുള്ള ഓക്സിജൻ അവർ എടുത്തുകൊണ്ട് പോകും. അല്ലാതെ ഒരു മോളിക്യൂളായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല. അത് ശരിക്കും ഫൂളിഷ്നെസ് ആണ്, പക്ഷേ ഞാനങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതിനകത്ത് നൈട്രജൻ മോളിക്യൂളുകൾ ഇഷ്ടം പോലെ ഉണ്ട്, എണ്ണാൻ പറയും. അപ്പം നിങ്ങൾ ഈ 2 വിരലും കൊണ്ട് അങ്ങ് ചെന്നു ഇതിൽ നിന്ന് ഒരു നൈട്രജൻ മോളിക്യൂളിനെ ഇങ്ങ് പിക്ക് ചെയ്തെടുത്തു. അപ്പോൾ എൻ്റെ ഈ വിരലുകൾ ഇടയിൽ എന്തായിരിക്കുന്നത്, N2 ആണ്, നൈട്രജൻ മോളിക്യൂളാണ്. അതൊരു ബീക്കറിലേക്ക് ഇട്ടു. അപ്പോൾ ഒരു മോളിക്യൂൾ അവിടെ കിട്ടിയല്ലേ. വീണ്ടും പെറുക്കി 2 മോളിക്യൂൾ, വീണ്ടും പെറുക്കി 3 മോളിക്യൂൾ, വീണ്ടും പെറുക്കി 4 മോളിക്യൂൾ. അങ്ങനെ
പെറുക്കി ഇതിൻ്റെ അകത്തുള്ള നമ്പർ ഓഫ് നൈട്രജൻ മോളിക്യൂൾ മൊത്തം നമുക്കതിനെ നമ്പർ മോളിക്യൂളിനെ കാണിക്കാൻ വേണ്ടി ക്യാപിറ്റൽ എന്നും നൈട്രജൻ ആണെന്നറിയാൻ വേണ്ടി ഇങ്ങനെ കൊടുക്കാം 100 ആണെന്ന് കിട്ടി. നമ്പർ ഓഫ് നൈട്രജൻ മോളിക്യൂൾ 100 എണ്ണമാണെന്ന് കിട്ടി. 100 എണ്ണം വരെ നിങ്ങൾ എണ്ണി ഇപ്പോൾ ഫ്ലാസ്ക് കാലിയായി. ശരി, ഇനി ഞാൻ ചോദിക്കുന്ന മക്കളെ, ആ രണ്ടാമത്തെ ഫ്ലാസ്കിലിരിക്കുന്ന ഓക്സിജൻ എത്ര മോളിക്യൂൾ ഉണ്ടെന്ന് ചോദിക്കും. സെയിം തന്നെ നിങ്ങൾ എന്ത് ചെയ്യും? ഫ്ലാസ്ക് ഓപ്പൺ ചെയ്ത് എണ്ണാൻ പോകുമ്പം ഞാൻ പറയും വേണ്ട, തുറക്കൊന്നും വേണ്ട, ചുമ്മാ തട്ടിക്കോ, 100 എണ്ണമായിരിക്കും. എന്ന് വെച്ചാൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓഫ് ഓക്സിജൻ അല്ലേ, ഓർ നമ്പർ ഓഫ് ഓക്സിജൻ മോളിക്യൂൾസ് നമുക്കതിൻ്റെ സിമ്പിളായിട്ട് NO2 എന്ന് കൊടുക്കാം. ആൻഡ് മക്കളെ ദിസ് ഈസ് ഓൾസോ 100. അപ്പം ആദ്യത്തെ ഒരു കഷ്ടപ്പാടേ ഉള്ളൂ, ആദ്യത്തെ ഫ്ലാസ്ക് മാത്രം എണ്ണിയാൽ മതി. രണ്ടാമത്തെ ഫ്ലാസ്ക് എണ്ണണ്ട, കാരണം രണ്ടാമത്തെ ഫ്ലാസ്കിലും സെയിം നമ്പർ ഓഫ് മോളിക്യൂൾസ് ആയിരിക്കും. എപ്പോഴാ? ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റൻ്റ് ആക്കി വെച്ച് ഒരേ വോളിയം എടുത്താൽ. അപ്പോൾ ഈ പിക്ചറിൽ നോക്കി സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു, ഈക്വൽ വോളിയം ഓഫ് ഡിഫറൻറ്റ് ഗ്യാസസ് under the conditions of same temperature and pressure contain equal number of molecules. അല്ലേ? ഈക്വൽ വോളിയം ഓഫ് ഡിഫറൻറ്റ് ഗ്യാസസ് അണ്ടർ ദി സെയിം കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടെയ്ൻ ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്നറിയപ്പെടുന്ന ലോയാണ് അവോഗാഡ്രോസ് ലോ. സോ അക്കോർഡിംഗ് ടു അവോഗാഡ്രോസ് ലോ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, നമ്പർ ഓഫ് നൈട്രജൻ മോളിക്യൂൾ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഓക്സിജൻ മോളിക്യൂൾ, ഓർ നമ്പർ ഓഫ് മോൾസ് ഓഫ് നൈട്രജൻ ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓക്സിജൻ. അതായത് ക്യാപിറ്റൽ N എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോളിക്യൂളിനെയും സ്മോൾ ലെറ്റർ N എന്ന് പറയുന്ന നമ്പർ ഓഫ് മോൾസിനെയും കാണിക്കുന്നതാണ്. തൽക്കാലം നിങ്ങൾ എന്നെ വിശ്വസിക്കണം, ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നേ ഉള്ളൂ. നമ്പർ ഓഫ് മോളിക്യൂൾസ് സെയിം ആണെങ്കിൽ നമ്പർ ഓഫ് മോൾസും സെയിം ആയിരിക്കും കേട്ടോ. നമ്പർ ഓഫ് മോളിക്യൂൾസ് സെയിം ആണെങ്കിൽ നമ്പർ ഓഫ് മോൾസും സെയിം ആയിരിക്കും. അപ്പോൾ ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞേ, equal volume of different gases under the conditions of same temperature and pressure contain same number of molecules or same number of moles ആണ് കേട്ടോ. അത് ഓർത്ത് വെച്ചോണം, നമ്പർ ഓഫ് മോളിക്യൂൾസും നമ്പർ ഓഫ് മോൾസും സെയിം ആയിരിക്കും. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഇവിടെ നൈട്രജൻ്റെ എത്രയാ? 100 മോളിക്യൂൾ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 200 നൈട്രജൻ ആറ്റംസ് ഇല്ലേ? എങ്ങനെ മനസ്സിലായി? ഞാൻ ഈ വിരൽ കൊണ്ട് എടുത്തത് N2 മോളിക്യൂളാണ്. അതിൽ 2 ആറ്റങ്ങളുണ്ടോ? ഒരു മോളിക്യൂളിൻ്റെ അകത്ത് 2 ആറ്റം. ഒരാപ്പിളിൽ 5 കുരു, അപ്പോൾ 10 ആപ്പിളിൽ 50 കുരു എന്ന് പറയുന്ന പോലെ ഒരു നൈട്രജൻ മോളിക്യൂളിൽ 2 നൈട്രജൻ ആറ്റം, അപ്പോൾ 100 നൈട്രജൻ മോളിക്യൂളിൽ 200 നൈട്രജൻ ആറ്റം. അപ്പോൾ ഇവിടെയോ 100 ഓക്സിജൻ മോളിക്യൂളിൽ 200 ഓക്സിജൻ ആറ്റംസ് എന്ന് വരും. അപ്പോൾ ഒരു കാര്യം കൂടെ കിട്ടിയില്ലേ? 2 ഫ്ലാസ്കിലെയും നമ്പർ ഓഫ് ആറ്റംസും സെയിമാണ്. 2 ഫ്ലാസ്കിലെയും നമ്പർ ഓഫ് ആറ്റംസും സെയിമാണ്. പക്ഷേ ഇവിടെ ഓക്സിജന് പകരം ഓസോൺ ആയിരുന്നു വിചാരിച്ചോ. ഓസോൺ O3 വേപ്പേഴ്സ് ആണെന്ന് വിചാരിക്കുക. ഗ്യാസ് ആയിരിക്കണം കേട്ടോ. അപ്പം പ്രശ്നം വരും. കാരണം ഈ കേസിൽ നോക്കിയോ, നമ്പർ ഓഫ് മോളിക്യൂൾസ് 100 തന്നെയാണ്. 100 ഓസോൺ മോളിക്യൂൾ വരും, പക്ഷേ മക്കളെ 300 ഓക്സിജൻ ആറ്റങ്ങൾ വരും. അപ്പോൾ കണ്ടോ, നമ്പർ ഓഫ് ആറ്റംസ് ഇവിടെ ശരിയായോ? ഇല്ല. അതുകൊണ്ട് നമ്പർ ഓഫ് ആറ്റംസ് 2 ഫ്ലാസ്കിലെയും സെയിം ആകാം, ആകാതിരിക്കാം. അതിന് കണ്ടീഷനുണ്ട്. അറ്റോമിസിറ്റി സെയിം ആണെങ്കിൽ. ഇവിടെ നൈട്രജൻ്റെ അറ്റോമിസിറ്റി 2 ആണ്, ഇവിടെ ഓക്സിജൻ്റെ അറ്റോമിസിറ്റി 2 ആണ്, പക്ഷേ ഇവിടെ ഓക്സിജൻ്റെ അറ്റോമിസിറ്റി 3 ആണ്. അതായത് നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് എലമെൻറ്റ് ഇൻ എ ഗിവൺ മോളിക്യൂൾ ഈസ് നോൺ ആസ് ഇറ്റ്സ് അറ്റോമിസിറ്റി. സൾഫറിൻ്റെ അറ്റോമിസിറ്റി എന്ന് പറയുന്നത് 8 ആണ്, ഫോസ്ഫറസിൻ്റെ അറ്റോമിസിറ്റി 4 ആണ്, ഓസോണിൻ്റെ അറ്റോമിസിറ്റി 3 ആണ്, നൈട്രജൻ്റെ അറ്റോമിസിറ്റി 2 ആണ്. മനസ്സിലായോ? അപ്പം നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് ദി ഗിവൺ എലമെൻറ്റ്, അതിനെ വിളിക്കുന്ന പേരാണ് അറ്റോമിസിറ്റി. സാധാരണഗതിയിൽ നമ്മൾ അറ്റോമിസിറ്റി പറയുന്ന എലമെൻറ്റുകൾക്കാണ്. കോമ്പൗണ്ടുകൾക്കും വേണമെങ്കിൽ പറയാം. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അറ്റോമിസിറ്റി 3 ആണ്, കാരണം ഒരു കാർബണും 2 ഓക്സിജനും അറ്റോമിസിറ്റി 3 ആണ് അല്ലേ. അപ്പം നോക്കിക്കേ, ഇവിടെ അറ്റോമിസിറ്റി ഡിഫറൻ്റ് ആയപ്പം നമ്പർ ഓഫ് ആറ്റംസും ഡിഫറൻ്റ് ആയിപ്പോയി. പക്ഷേ അറ്റോമിസിറ്റി സെയിം ആണെങ്കിലോ നമ്പർ ഓഫ് ആറ്റംസും സെയിം ആവും. അപ്പം നിങ്ങളിങ്ങനെ പറഞ്ഞാൽ മതി, അക്കോർഡിംഗ് ടു അവോഗാഡ്രോസ് ലോ, ഈക്വൽ വോളിയം ഓഫ് ഡിഫറൻറ്റ് ഗ്യാസസ് അണ്ടർ ദി കണ്ടീഷൻസ് ഓഫ് സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടെയ്ൻ ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓർ ഈക്വൽ നമ്പർ ഓഫ് മോൾസ്. സപ്പോസ് ബോത്ത് gases have the same atomicity, then equal number of atoms are present in both flask എന്ന് വേണമെങ്കിൽ പറയാം. സോ അവോഗാഡ്രോസ് ലോ അനുസരിച്ച് നമ്പർ ഓഫ് നൈട്രജൻ മോളിക്യൂളും നമ്പർ ഓഫ് ഓക്സിജൻ മോളിക്യൂളും സെയിം ആയിരിക്കും, നമ്പർ ഓഫ് മോൾസും സെയിം ആയിരിക്കും, നമ്പർ ഓഫ് ആറ്റംസ് ഇവിടെ സെയിം ആണ്, ബിക്കോസ് ദേ ഹാവ് സെയിം അറ്റോമിസിറ്റി. സോ ദിസ് ഈസ് കോൾഡ് അവോഗാഡ്രോസ് ലോ.
ഓക്കെ, ഇനി അവഗാഡ്രോസ് ലോയുടെ വളരെ വലിയൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഒരു ഫ്ലാസ്ക് ഉണ്ട്. ഈ ഫ്ലാസ്കിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 10 ലിറ്ററാണ്. ഇതിൽ 10 ഓക്സിജൻ മോളിക്യൂൾ ഉണ്ട് അല്ലേ, 10 ഓക്സിജൻ മോളിക്യൂൾ ഉണ്ട്. ഇവർ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ എന്ന് പറഞ്ഞാൽ 10 ATM ആണ്. 10 ATM പ്രഷർ ഉണ്ടാക്കുന്ന എങ്ങനെ, ഗ്യാസ് മോളിക്യൂൾ ഇടിച്ചിടിച്ചിടിച്ചിടിച്ച് അല്ലേ. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 300 Kelvin ആണ്. ഞാൻ എന്ത് ചെയ്തു, ഇതേപോലെ വേറൊരു ഫ്ലാസ്ക് ഉണ്ട്. ആ ഫ്ലാസ്കിൻ്റെ കപ്പാസിറ്റി 5 ലിറ്ററാണ്. സെയിം ടെമ്പറേച്ചറാണ്. അതിലേക്ക് ഞാൻ ഈ 10 ഓക്സിജൻ മോളിക്യൂളിനെ മാറ്റി വയ്ക്കുകയാണ്. 10 ഓക്സിജൻ മോളിക്യൂൾ. അപ്പോൾ നോക്കണം, ഇവിടെ 10 ലിറ്റർ കപ്പാസിറ്റി ഉള്ള ഒരു വലിയ ഫ്ലാസ്കിൻ്റെ അകത്ത് ഞാൻ 10 ഓക്സിജൻ മോളിക്യൂളിന് ഇട്ടു. അപ്പോൾ അവർ കാണിക്കുന്ന പ്രഷർ, ഇടിച്ചിടിച്ചുണ്ടാക്കുന്ന പ്രഷർ 10 ATM ആണ്. ഞാൻ വോളിയം നേരെ പകുതിയാക്കി, സെയിം ടെമ്പറേച്ചറാണ്. അപ്പോൾ പ്രഷർ കൂടുമോ കുറയോ എന്ന് ആലോചിച്ച് നോക്കിയേ. ഇടിക്കുമ്പോഴാണ് പ്രഷർ കൂടുന്നത്. ഒരു വലിയ സ്ഥലത്ത് നിന്ന് ഇപ്പം ഞാൻ നിങ്ങളുടെ റൂമിൽ 10 പേര് കൊള്ളാനുള്ള കപ്പാസിറ്റി ഉണ്ട്. 10 പേരെ ഞാൻ നിങ്ങളുടെ റൂമിൽ ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ, 10 പേര് വലിയ കുഴപ്പമില്ല. ഇനി അത്രയും ആൾക്കാരെ തന്നെ ഞാൻ നേരെ പകുതി വലുപ്പമുള്ള റൂമിൽ കയറ്റിക്കഴിഞ്ഞാൽ അവർ ഭയങ്കര അടുത്തടുത്ത് നിൽക്കുന്നത് ഭയങ്കര ഇടിയായിരിക്കും. അവർക്കങ്ങ് നിൽക്കാൻ പറ്റത്തില്ല, ഭയങ്കരമായിട്ട് പ്രഷർ കൂടും അല്ലേ. എന്ന് പറയുന്ന പോലെ ഇവിടെ 10 മോളിക്യൂൾസ് ഭയങ്കര ലാവിഷായിരുന്നു. ഈ ചെറിയ സ്പേസിൽ കൊണ്ടിട്ടപ്പോൾ അവർക്ക് സ്ഥലമില്ലാത്തതുകൊണ്ട് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിട്ട് ഇരിക്കും, പ്രഷർ ഭയങ്കരമായിട്ട് കൂടും. എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങളിവിടെ വോളിയം പകുതിയാക്കിയല്ലോ, വോളിയം എന്തായി, നേരെ ഹാഫ് ആക്കിയപ്പം നിങ്ങളുടെ പ്രഷർ ഉണ്ടല്ലോ മക്കളെ, ഇരട്ടിയാവും. 20 ATM ആവും, ഡബിൾ ആവും. കാരണം നിങ്ങൾ വോളിയം നേരെ പകുതിയാക്കിയപ്പം അത്രത്തോളം ഇടി പിന്നെയും കൂടുക, പ്രഷർ ഭയങ്കര കൂടുതലാവും. അപ്പോൾ അവഗാഡ്രോസ് ലോ വയലേറ്റ് ചെയ്യാൻ തുടങ്ങും. കാരണം എന്താ, ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റൻ്റ് ആക്കി വെക്കണം. പക്ഷേ ഇവിടെ ടെമ്പറേച്ചർ 300 ആണ്, പക്ഷേ പ്രഷർ 10 ATM നിന്ന് 20 ATM പോയി, അത് പറ്റൂല. നിങ്ങൾ 10 ATM തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. അതിന് എന്താ മാർഗം, ഇടി കുറയ്ക്കുക വേണ്ട അല്ലേ. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഓക്കെ, ഈ 5 ലിറ്ററിനകത്ത് 10 മോളിക്യൂളിന് പറ്റത്തില്ല, ശരിയാ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു 5 പേരെ ഇതിൽ നിന്ന് റിമൂവ് ചെയ്ത് കളയണം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഇപ്പം എത്ര പേരായി, 5 പേരായി അല്ലേ. 10 പേര് ഭയങ്കര സ്ഥലം കുറവായിരുന്നു, 10 പേര്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് 5 പേരെ അങ്ങ് മാറ്റി. അപ്പോൾ വീണ്ടും മക്കളെ എന്തായി, ഈ പ്രഷർ 10 ATM തിരിച്ചു വരും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, നിങ്ങൾ വോളിയം പകുതിയാക്കിയപ്പം പ്രഷർ ഡബിളായി. പ്രഷർ തിരിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് കുറച്ചു, നമ്പർ ഓഫ് മോളിക്യൂൾസ് 10 മോളിക്യൂൾസ് എന്നുള്ളത് 5 മോളിക്യൂൾസ് ആക്കി പകുതിയാക്കി. അപ്പോൾ ബാക്കിയുള്ള എല്ലാ കേസും വിട്ടിട്ട് നോക്കി, വോളിയം ഹാഫ് ആക്കിയപ്പം നമ്പർ ഓഫ് മോളിക്യൂൾസും ഹാഫായി. ദാറ്റ് മീൻസ് വോളിയം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോളിക്യൂൾസ്. അല്ലെങ്കിലോ വോളിയം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോൾസ്. മക്കളെ, നമ്മളുടെ അവഗാഡ്രോസ് ലോയുടെ ഏറ്റവും വലിയ റിസൾട്ടാണ് ഇത്. വോളിയം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓർ വോളിയം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോൾസ്. ഇത് ഭയങ്കര വലിയൊരു റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെച്ചോണം. ശരി, അങ്ങനെയാണെങ്കിൽ ചോദിക്കാം, വോളിയം നമ്പർ ഓഫ് മോളിക്യൂൾസും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണല്ലോ. അപ്പോൾ V ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻറ്റു N എന്ന് എഴുതാമല്ലോ. പ്രൊപ്പോർഷണാലിറ്റി സൈൻ കളയാൻ വേണ്ടി നമ്മളൊരു കോൺസ്റ്റന്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ V1 ഈക്വൽ ടു K ഇൻറ്റു N1 എന്ന് എഴുതാം, ഫസ്റ്റ് കണ്ടീഷൻ. V2 ഇസ് ഈക്വൽ ടു K ഇൻറ്റു N2 എന്ന് എഴുതാം, സെക്കൻഡ് കണ്ടീഷൻ. സോ ഫസ്റ്റ് കണ്ടീഷനിൽ V1 ബൈ N1 എന്ന് പറഞ്ഞാൽ K ആണ്, V2 ബൈ N2 എന്ന് പറഞ്ഞാലും K ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ V1 ബൈ N1 ഈക്വൽ ടു V2 ബൈ N2 എന്ന് എടുക്കാം. ദാറ്റ് ഈസ് V1 ബൈ V2 ഇസ് ഈക്വൽ ടു N1 ബൈ N2 എന്ന് എടുക്കാം. എന്ന് വെച്ചാൽ വോളിയത്തിൻ്റെ റേഷ്യോയും നമ്പർ ഓഫ് മോളിക്യൂൾസിൻ്റെ റേഷ്യോയും സെയിം ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു N1 ബൈ N2. നമ്പർ ഓഫ് മോൾസിൻ്റെ റേഷ്യോയും സെയിം ആണ്. എന്ന് വെച്ചാൽ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടീഷനിലിരിക്കുന്ന ഗ്യാസുകളുടെ വോളിയത്തിൻ്റെ റേഷ്യോ എന്താണോ അത് തന്നെയാണ് നമ്പർ ഓഫ് മോളിക്യൂൾസിൻ്റെയും റേഷ്യോ, അത് തന്നെയാണ് നമ്പർ ഓഫ് മോൾസിൻ്റെയും റേഷ്യോ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റാണ് ആര്, അവഗാഡ്രോ. അപ്പോൾ അവഗാഡ്രോയുടെ ലോയും അതിൻ്റെ ഒരു റിസൾട്ടും കൂടെ നിങ്ങൾ ഓർത്ത് വെക്കണം. ഇനി അവഗാഡ്രോ നോക്കുമ്പം ആര് വിഷമിച്ചിരിക്കുന്നു, ഗേ ലുസാക്ക് ഭയങ്കരമായിട്ട് വിഷമിച്ച് സങ്കടത്തോടെ ഇരിക്കുന്നു. എന്തുകൊണ്ട്, ഒരു ലോ സജസ്റ്റ് ചെയ്തു, പക്ഷെ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പുള്ളിക്ക് പറ്റുന്നില്ല. അപ്പോൾ അവഗാഡ്രോ ഗേ ലുസാക്സിനോട് പറയും, എടോ ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. തൻ്റെ ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, താൻ ഇതിനകത്ത് വോളിയം മാത്രമാണ് ചെയ്തേക്കുന്നത്, മോളിക്യൂളുകളെ കുറിച്ച് മിണ്ടിയിട്ട് പോലുമില്ല, അതാണ് തൻ്റെ പ്രശ്നം. അവഗാഡ്രോ വന്നിട്ട് എന്താ ചെയ്തതെന്നറിയാമോ, സെയിം കണ്ടീഷനാണല്ലോ, ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റൻറ്റ്. അവഗാഡ്രോസ് ലോയിലും ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റൻറ്റ്. അപ്പോൾ അവഗാഡ്രോ പറയാം, എടോ ദേ ഇവിടെ ഒരു മോളിക്യൂൾ നൈട്രജന് 3 മോളിക്യൂൾസ് ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ 2 മോളിക്യൂൾസ് അമോണിയ ഉണ്ടാക്കാം എന്ന് ഇക്വേഷനിൽ ഉണ്ടല്ലോ.
താനത് മൈൻഡ് ചെയ്യാത്തതുകൊണ്ടാണ് പ്രശ്നം വന്നത്. 1 മോളിക്യൂൾ നൈട്രജന് 3 മോളിക്യൂൾ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ 2 മോളിക്യൂൾ അമോണിയ ഉണ്ടാക്കാം. ഇനി അവഗാഡ്രോ പറയാം, ഞാനൊരു ലോ പറഞ്ഞിട്ടുണ്ട്, അവഗാഡ്രോസ് ലോ. ആ ലോ അനുസരിച്ച് വോളിയം ആൻഡ് നമ്പർ ഓഫ് മോളിക്യൂൾസ് ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. നിങ്ങൾ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഡബിൾ ചെയ്തോ, വോളിയം ഡബിൾ ആകും. നമ്പർ ഓഫ് മോളിക്യൂൾസ് പകുതിയാക്കിക്കോ, വോളിയം പകുതിയാവും. ഇനി നോക്കിക്കേ, ഇവിടെ നമ്പർ ഓഫ് മോളിക്യൂൾസ് എത്ര ടൈംസ് ആയി? 3 ടൈംസ്. അപ്പോൾ വോളിയോ 3 ടൈംസ്. കാരണം 1 മോളിക്യൂളിന് 1 ml ആണ് വോളിയമെങ്കിൽ 3 മോളിക്യൂളിന് 3 ml വേണ്ടേ അല്ലേ? ഇനി ഇവിടെ നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്തായി? ഡബിളായി. നോക്ക്, വോളിയമോ ഡബിളായി. അങ്ങനെയാണെങ്കിൽ മക്കളെ നമ്പർ ഓഫ് മോളിക്യൂൾസ് അങ്ങനെ മാറിയത് കൊണ്ടല്ലേ വോളിയം ഇങ്ങനെ മാറിയത്? യെസ്. അപ്പോൾ 1 മോളിക്യൂൾ ഓഫ് നൈട്രജന് 100 ml ആണെങ്കിൽ വാട്ട് അബൌട്ട് 3 മോളിക്യൂൾ ഓഫ് ഹൈഡ്രജൻ? 300 ml. ബിക്കോസ് നമ്പർ ഓഫ് മോളിക്യൂൾസ് ട്രിപ്പിൾ, വോളിയം ഓൾസോ ട്രിപ്പിൾ. ദെൻ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഡബിൾ, വോളിയം ഓൾസോ ഡബിൾ. അങ്ങനെയാണെങ്കിൽ ഈ എഴുതിയിരിക്കുന്നത് വോളിയത്തിൻ്റെ റേഷ്യോയാ. ഇത് തന്നെയാണ് നമ്പർ ഓഫ് മോളിക്യൂൾസിൻ്റെ റേഷ്യോ. ഇത് തന്നെയാണ് മക്കളെ ആരുടെ? നമ്പർ ഓഫ് മോൾസിൻ്റെയും റേഷ്യോ എന്ന് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തത് നമ്മളുടെ അവഗാഡ്രോയാണ്. ഇനി നമുക്ക് ഇതിന് ഒരു സാഡ് ഫേസ് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്കറിയാം ഇത് എന്ന് പറയുന്നത് വലിയൊരു എക്സ്പ്ലനേഷനാണ്. ആൻഡ് നൗ യു ക്യാൻ പുട്ട് സം ഹാപ്പി ഫേസ്. കാരണം നിങ്ങളുടെ ഈ ഗേ-ലുസാക്സ് ലോ ഓഫ് ഗേഷ്യസ് വോളിയം നല്ല വൃത്തിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തത് ആരാണ്? അവഗാഡ്രോയാണ്. അപ്പം മറക്കരുത്, അവഗാഡ്രോസ് ലോ പറയാണ്, എടോ ഇത് വോളിയത്തിൻ്റെ റേഷ്യോ അല്ലേ, തൻ്റെ നമ്പർ ഓഫ് മോളിക്യൂൾസിൻ്റെ റേഷ്യോ അത് തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് മോളിക്യൂൾസിൻ്റെ റേഷ്യോ 1:3:2 അല്ലേ? അത് തന്നെയല്ലേ എനിക്ക് വോളിയം കിട്ടിയത്. കാരണം നമ്പർ ഓഫ് മോളിക്യൂൾസ് ആൻഡ് വോളിയംസ് ആർ ഡയറക്ട്ലി റിലേറ്റഡ്. അങ്ങനെ നമ്മളുടെ ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷനിൽ 5 ലോസ്: കൺസർവേഷൻ ഓഫ് മാസ് ബൈ ആന്റോയിൻ ലാവോസിയർ, ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ ബൈ ജോസഫ് പ്രൗസ്റ്റ്, മൾട്ടിപ്പിൾ ബൈ ജോൺ ഡാൾട്ടൺ, ഗേ-ലുസാക്സ് ലോ ഓഫ് ഗേഷ്യസ് വോളിയം ആൻഡ് അവഗാഡ്രോസ് ലോ. ഇനി ഒരു ചെറിയ കാര്യം കൂടെ നമുക്ക് ഫിനിഷ് ചെയ്യാനുണ്ട്, വിച്ച് ഈസ് കോൾഡ് ഡാൾട്ടൺ ആറ്റമിക് തിയറി. ഡാൾട്ടൺ നിങ്ങൾക്കറിയാം, ഹി വാസ് എ ബ്രിട്ടീഷ് സ്കൂൾ ടീച്ചറാണ്. അദ്ദേഹം 1808-9 കാലഘട്ടത്തിൽ സജസ്റ്റ് ചെയ്ത ഒരു ലോയ, ഒരു തിയറിയാണ്. നിങ്ങൾക്കറിയാം ഇന്ത്യൻ ഫിലോസഫേഴ്സ് ആയിട്ടുള്ള കണാദൻ ആൻഡ് പകുത കാട്യായന, ഗ്രീക്ക് ഫിലോസഫർ ആയിട്ടുള്ള ഡെമോക്രീറ്റസ്, അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻറ്റ് ല്യൂസിപ്പസ്, ഇവരെല്ലാം നേരത്തെ പറഞ്ഞു വെച്ച കാര്യങ്ങളാണ്. ഫസ്റ്റ് പറഞ്ഞ ഡെമോക്രീറ്റസ് ആണ്. മാറ്ററിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലെത്തും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആറ്റം എന്ന് പറഞ്ഞ ആദ്യത്തെ ആളാണ് ഡെമോക്രീറ്റസ്. അതിനുശേഷം ഇന്ത്യൻ ഫിലോസഫർ പറഞ്ഞിട്ടുണ്ട് പദാർത്ഥ്, ദാറ്റ് ഈസ് മാറ്റർ, ഡിവൈഡഡ് ഇൻറ്റു പരമാണു, ദാറ്റ് ഈസ് ആറ്റം. പകുത കാട്യാന പറഞ്ഞിട്ടുണ്ട് ഈ പരമാണു ക്യാൻ ബി കമ്പൈൻഡ് ടുഗദർ, അല്ലേ, ഒരുമിച്ച് എക്സിസ്റ്റ് ചെയ്യാം. പക്ഷേ ഇതിനൊന്നും സയൻറ്റിഫിക് എവിഡൻസ് ഇല്ല, ഇതെല്ലാം സ്പെക്കുലേഷൻസ് ആണ്. പക്ഷേ സയൻറ്റിഫിക് ആയിട്ട് ആദ്യമായിട്ട് സംസാരിച്ച ആളാണ് ജോൺ ഡാൾട്ടൺ. അദ്ദേഹം പറയുന്ന ഫസ്റ്റ് പോയിന്റ്, മാറ്റർ ഈസ് മേഡപ്പ് ഓഫ് ഇൻഡിവിസിബിൾ ആറ്റം. തെറ്റുണ്ട്, കാരണം ആറ്റത്തിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലെന്നാണ്. പക്ഷേ ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്കറിയാം. ആറ്റം കൺസിസ്റ്റ് ഓഫ് സോ മെനി സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്. പക്ഷേ അത് നമ്മളിവിടെ പറയേണ്ട ആവശ്യമില്ല, കാരണം അദ്ദേഹത്തിൻ്റെ തിയറി തിരുത്താൻ നമുക്ക് അധികാരമില്ല. നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തത്, ഇപ്പോൾ സോഡിയം എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് നിങ്ങൾക്ക് തന്നു. അതിലുള്ള ഒരു സോഡിയം ആറ്റം എടുത്ത് ഞാൻ അതിനെക്കുറിച്ച് ഫുള്ള് പഠിച്ചു. വീണ്ടും അടുത്ത സോഡിയം ആറ്റം എടുത്ത് അതേപോലെ പഠിക്കേണ്ട ആവശ്യമില്ലെന്നേ. ഒരു സോഡിയം ആറ്റം എടുത്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്തുള്ള എല്ലാ ആറ്റങ്ങൾക്കും ഒരേ പ്രോപ്പർട്ടിയും ഒരേ മാസും ആയിരിക്കും. ഇനി നിങ്ങൾക്ക് ഞാൻ ക്ലോറിൻ തരുക, അപ്പോൾ നിങ്ങൾ ക്ലോറിൻ്റെ ഒരു ആറ്റം എടുത്തിട്ട് പറയാം, ഓ ഇത് പഠിക്കണം, ഞാൻ സോഡിയം പഠിച്ചതാണല്ലോ. അത് പറ്റില്ല. ക്ലോറിൻ ആറ്റങ്ങളുടെ പ്രോപ്പർട്ടി എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം സോഡിയം ആറ്റത്തിൻ്റെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ആറ്റംസ് ഓഫ് സെയിം എലമെൻറ്റ് ഹാവ് സെയിം പ്രോപ്പർട്ടീസ്, ബട്ട് ഡിഫറെൻറ്റ് എലമെൻറ്റ് ഹാവ് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ്. സോ ദാറ്റ് ഈസ് ദ സെക്കൻഡ് പോയിന്റ്. All the atoms of the given element have identical properties including identical mass, and atoms of different elements differ in mass ആണ്. മൂന്നാമത്തത്, എലമെൻറ്റുകൾ തോന്നിയതുപോലെ കമ്പൈൻ ചെയ്ത കോമ്പൗണ്ടുകൾ കിട്ടില്ല. ഇപ്പോൾ വാട്ടർ എന്ന് പറയുന്ന ഹൈഡ്രോജൻ ആൻഡ് ഓക്സിജൻ 2:1 റേഷ്യോയിൽ കമ്പൈൻ ചെയ്യണം, H2O.
നിങ്ങൾ 2 ഹൈഡ്രജനെയും 2 ഓക്സിജനെയും വെച്ച് വെള്ളം ഉണ്ടാക്കൽ നടക്കില്ല. അപ്പോൾ അത് ഹൈഡ്രജൻ പെറോക്സൈഡ് ആയി പോകും. അപ്പോൾ ഓർത്തോണം, എലമെൻറ്റുകൾ ഫിക്സഡ് റേഷ്യോയിൽ കമ്പൈൻ ചെയ്താലേ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ? കോമ്പൗണ്ട്. സോ ഈ ഒരൊറ്റ പോയിന്റ് വഴി ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷനും മൾട്ടിപ്പിൾ പ്രൊപ്പോർഷനും എക്സ്പ്ലെയിൻഡ് ആയില്ലേ? ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷനിൽ ഫിക്സഡ് പ്രൊപ്പോർഷൻ ആണ് എന്ന് ഓൾറെഡി ജോസഫ് പ്രൗസ്റ്റ് പറഞ്ഞു. മൾട്ടിപ്പിൾ പ്രൊപ്പോർഷനിൽ ഡാൾട്ടൺ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് സിമ്പിൾ മാസ് റേഷ്യോ, ഹോൾ നമ്പർ റേഷ്യോ കിട്ടണം. കാരണം എന്നാ? ഫിക്സഡ് റേഷ്യോയിൽ കമ്പൈൻ ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരൊറ്റ പോയിന്റ് വഴി നമ്മളുടെ ഏതൊക്കെ ലോയ? സെക്കൻഡ് ആൻഡ് തേർഡ് ലോയുടെ എക്സ്പ്ലനേഷൻ കിട്ടി. Okay, so this is the third postulate. Compounds are formed when atoms of different elements combined in a fixed ratio. നാലാമത്തത് ഒരു കെമിക്കൽ റിയാക്ഷൻ. ഇപ്പം NaOH റിയാക്ട്സ് വിത്ത് HCl ടു ഫോം NaCl ആൻഡ് H2O. നിങ്ങൾക്കറിയാം ഇത് ബാലൻസ്ഡ് ആണ് അല്ലേ? ഇവിടെ നമ്മൾ ആറ്റങ്ങളെ നശിപ്പിച്ചോ നോക്കിയേ? ഇല്ല. ഒരു സോഡിയം, ഒരു ക്ലോറിൻ, 2 ഹൈഡ്രജൻ, ഒരു ഓക്സിജൻ. നമ്മൾ ആറ്റങ്ങളെ പുതിയതായിട്ട് ഉണ്ടാക്കുകയോ നശിപ്പിക്കുകയോ ചെയ്തില്ല. ഒരു റീഅറേഞ്ച്മെൻറ്റേ നടന്നിട്ടുള്ളൂ. അതായത് സോഡിയം ക്ലോറിൻ്റെ കൂടെ പോയി ഹൈഡ്രജൻ OHൻ്റെ കൂടെ വന്നൊരു റീഅറേഞ്ച്മെൻറ്റ്. നോക്കിയേ, കെമിക്കൽ റിയാക്ഷൻ ഇൻവോൾവ് റീഓർഗനൈസേഷൻ ഓഫ് ആറ്റം or rearrangement of atom, and these are neither created nor destroyed. സോ ഈ പോയിന്റ് വഴി ഏത് ലോ എക്സ്പ്ലെയിൻഡ് ആയതോ? ഫസ്റ്റ് ലോ. അപ്പം ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ, ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ, ഈ 3 കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തത് ആരാണ്? ഡാൾട്ടൺസ് അറ്റോമിക് തിയറിയാ. പക്ഷേ ഗേ-ലുസാക്സ് ലോ ഓഫ് ഗേഷ്യസ് വോളിയം എക്സ്പ്ലെയിൻ ചെയ്തത് ആരാണ്? അവോഗാഡ്രോസ് ലോ ആണ്. അപ്പോൾ ഓർത്ത് വെച്ചോണം, എന്ത്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ, ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ബൈ ഡാൾട്ടൺസ് അറ്റോമിക് തിയറി, വൈൽ ഗേ-ലുസാക്സ് law of gaseous volume can be explained by Avogadro's law. So this is the second section of the chapter, which is called the laws of chemical combinations. അപ്പോൾ നമ്മൾ ചാപ്റ്ററിൻ്റെ 2 സെക്ഷൻസ് ഫിനിഷ് ചെയ്തു. ഒന്ന് ഇൻട്രോ പാർട്ട്, കുഞ്ഞൊരു ഭാഗമാണ് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ പ്ലസ് ഡാൾട്ടൺസ് അറ്റോമിക് തിയറി. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ പാർട്ട് 2 നമുക്ക് ചാപ്റ്ററിൻ്റെ ബാക്കിയായിട്ട് കാണാം. പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ സ്പീഡ് കുറച്ചിട്ട് കണ്ട് ഒന്ന് റെഡിയാക്കി എടുക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഡൗട്ട് ക്ലിയർ സെക്ഷൻ നിങ്ങൾക്ക് തരും, ആ സമയത്ത് ചോദിക്കാം. സോ അടുത്ത സെക്ഷനിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ.